രക്ഷകർതൃത്വം എന്നുള്ളതായ വിഷയം, മക്കളെ എങ്ങനെ വളർത്തണം, മാതാപിതാക്കന്മാർ എவ்விധമായിരിക്കണം എന്നുള്ളത് കുടുംബസ്ഥരായി ജീവിക്കുന്നവർക്ക് മാത്രമല്ല, സൺഡേ സ്കൂൾ അധ്യാപകർക്കും ദൈവസഭയെ സ്വന്തം മക്കളെന്ന പോലെ വളർത്തുന്ന ശുശ്രൂഷകർക്കും ഒരുപോലെ പരമപ്രധാനമായൊരു വിഷയമാണ്. ഈ വിഷയം ചിന്തിക്കുന്നതിന് മുൻപ് നാം മക്കളില്ലാത്ത ദമ്പതികളെ ഓർക്കണം. അവരുടെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഒന്നോ ഒന്നിലധികമോ സന്താനങ്ങളുടെ അപ്പനോ അമ്മയോ ആയിരിക്കാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ദൈവിക അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നവരായിത്തീരണം. പിതാവിനെയോ മാതാവിനെയോ നഷ്ടപ്പെട്ട, ചിലപ്പോൾ രണ്ടും നഷ്ടപ്പെട്ട അനവധി കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ആശ്വാസത്തിനായും സർവേശ്വരൻ തന്നെ അവർക്കൊരു പിതാവും മാതാവുമായിരിക്കേണ്ടതിനു വേണ്ടിയും നാം ദൈവത്തോട് അപേക്ഷിക്കേണ്ടതാണ്. നൊന്ത് പ്രസവിച്ച മക്കളെ നഷ്ടപ്പെട്ട അനേക സഹോദരങ്ങൾ നമുക്കറിയാം. അവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. വികലാംഗരായും മന്ദബുദ്ധികളായും ജനിച്ച മക്കളെ വളരെ വാത്സല്യത്തോടെ ദൈവിക ദാനമെന്ന് പൂർണ്ണമായി അംഗീകരിച്ച് സ്വീകരിച്ച് വളർത്തിയെടുക്കുന്നതായ മാതാപിതാക്കന്മാരുമുണ്ട്. അവരെയും ഓർത്ത് നാം ദൈവത്തെ ഇവിടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രക്ഷകർതൃത്വം എന്നുള്ളതായ വിഷയം നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കത്തക്കവണ്ണം നിങ്ങൾക്കറിയാം, ഞാനൊരു മനഃശാസ്ത്രജ്ഞനോ ശിശുരോഗ വിദഗ്ധനോ ഒന്നുമല്ല. ഈ പേരന്റിംഗ് എന്നുള്ള വിഷയത്തിൽ കുട്ടികളുടെ ശാരീരികമായ, ആത്മീയമായ, മാനസികമായ, ആരോഗ്യ സംബന്ധമായ മറ്റും പല മേഖലകളുണ്ട്. ഇത് എല്ലാറ്റിലേക്കും കടന്നു ചെല്ലാനുള്ള ഒരറിവും എനിക്കില്ല. ഞാൻ കേവലം ഒരു ശുശ്രൂഷകൻ മാത്രമാണ്. അതുകൊണ്ട് തിരുവചനാടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമാണ് എനിക്ക് സാധിക്കുന്ന കാര്യം. സ്വന്തം അറിവ് എന്ന് പറയുവാൻ എനിക്കൊന്നുമില്ല. അതിനാൽ ദിനപത്രങ്ങൾ, മറ്റു പ്രസിദ്ധീകരണങ്ങൾ, ലേഖനങ്ങൾ, ഇവരുള്ള എൻ്റെ കടപ്പാട് ഞാനിപ്പോൾ ഇവിടെ ആദ്യമേ പറയുകയാണ്. മറ്റൊന്ന്, തങ്ങളുടെ സ്വന്തം അനുഭവങ്ങളെ എന്നോട് പങ്കുവച്ചിട്ടുള്ള അനേക മാതാപിതാക്കന്മാരോട് ഉള്ളതായ കൃതജ്ഞതയും ഈ വിഷയത്തോട് ബന്ധത്തിൽ ആദ്യമേ തന്നെ രേഖപ്പെടുത്തിയാണ് ഇനി വിഷയത്തിലേക്ക് കടക്കുന്നത്. ലൂക്കോസിന് ശേഷം 1-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മറിയത്തോട് ഗബ്രിയേൽ നൽകുന്ന ദൂത് കാണാൻ കഴിയുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും, അവന് ഇടേണ്ട പേരും പറയാം യേശു എന്ന് തന്നെയായിരിക്കണം. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു സംഗതി, ഏതോ ഒരു കുട്ടിയും ജനിക്കും മുൻപേ ദൈവ മനസ്സിൽ അവനൊരു അസ്തിത്വമുണ്ട് എന്നതാണ്. ഒരു കുട്ടി ലോകത്തിൽ ജനിച്ച ശേഷമല്ല ആ കുട്ടിയുടെ അസ്തിത്വം ആരംഭിക്കുന്നത്. അതിനു മുൻപേ തന്നെ മാതാവിന് ഉദരത്തിൽ, അവിടുന്ന് മുൻപേ ദൈവ മനസ്സിൽ ഒരു കുട്ടിക്കൊരു അസ്തിത്വം ആദ്യം ഉണ്ടാകുകയാണ്. ഇവിടെ യേശു ജനിക്കുമ്പോൾ തന്നെ ജനനവസ്തുത അറിയിക്കുകയും പേരും കൂടെ നേരത്തെ ദൈവദൂതൻ പ്രസ്താവിക്കുകയാണ്. യേശുവിനെ മാത്രമല്ല, വേദപുസ്തകത്തിൽ വേറെ ഒരു 6 പേർക്ക് കൂടെ ജനിക്കും മുമ്പേ ദൈവം പേരിട്ടതായി കാണാൻ കഴിയുന്നുണ്ട്. സനാവ യോഹന്നാൻ, കോരേശ് രാജാവ്, യോശിയ രാജാവ്, ശലോമോൻ, ഇസ്ഹാക്ക്, ഇസ്മായേല്, ഇവരൊക്കെ ഇങ്ങനെ ബൈബിളിൽ 7 പേർക്ക് ജനിക്കും മുമ്പേ ദൈവം പേരിട്ടു. അത് ജനിക്കും മുമ്പേ എന്ന് വെച്ചാൽ കോരേശ് രാജാവിന് അവൻ ജനിക്കുന്നതിന് 175 വർഷം മുൻപാണ് പേരിട്ടതെങ്കിൽ യോശിയ രാജാവിന് 325 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം പേര് വിളിച്ചു. എത്ര ആശ്ചര്യമല്ലേ! അപ്പോൾ ഒരു വ്യക്തി ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ്, അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുൻപ്, വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ദൈവത്തിന് മനസ്സിൽ ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ പ്രകാരമാണ് ഏതോ ഒരു കുട്ടിയുടെയും ജനനം. ഒരിക്കലും ഒരു കുട്ടിയുടെ ജനനം അബദ്ധമായിട്ടോ യാദൃശ്ചികമായിട്ടുള്ളതല്ല, ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരമാണ്. മാതാപിതാക്കളായ നിങ്ങൾ ആ ദൈവത്തിന് പ്ലാൻ ഗ്രഹിച്ച് അതിൽ അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ദൗത്യമാണുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഓരോ മറിയവും ഓരോ ജോസഫുമാകും. നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നതായ മക്കൾ ദൈവപുത്രന്മാരും ദൈവപുത്രിമാരുമാകും. പക്ഷേ അവരിപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം. അവരങ്ങനെ അല്ല എന്നായിരിക്കാം അവരുടെ പ്രകൃതം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്കും തോന്നുക.
അവരെ അങ്ങനെ ആക്കിയെടുക്കുന്ന ഒരു കർത്തവ്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയും. രക്ഷാകർതൃത്വം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജനിക്കും മുമ്പേ ആരംഭിക്കുന്നു ഞാൻ പറഞ്ഞു. യേശുവിൻ്റെ ജനന വസ്തുത ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് അറിയിച്ചപ്പോൾ ആ ദൂതിൽ ആ വചനത്തെ മറിയ പൂർണ്ണമായി ഉൾക്കൊണ്ടു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ആ ദൂതിനെ അവൾ മനഃപൂർവ്വമായി സ്വീകരിക്കുന്നതായി കാണുന്നു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നിനക്കൊരു മകൻ ജനിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൾ മനഃപൂർവ്വമായി അതിനെ സ്വീകരിച്ചു. ഇതേ മനസ്സൊരുക്കം മറുഭാഗത്ത് ജോസഫിനും ദൈവം നൽകിയുണ്ടായി. ജോസഫിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഒരു മകൻ ജനിക്കും. മറിയ ഗർഭിണിയായ മകനെ പ്രസവിക്കും. നീ അവളെ ചേർത്തുകൊള്ളുവാൻ മടിക്കരുത്. യേശു എന്ന തന്നെ പേര് ആ കുട്ടിക്ക് ഇടണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നതിന് മുൻപേ തന്നെ രക്ഷാകർതൃത്വം ആരംഭിക്കുന്നു. നിങ്ങളുടെ മനസ്സ് അതിനായി ഒരുക്കപ്പെടണം. ദൈവം തരുന്ന കുട്ടി അതേതുമാകട്ടെ, ഞാനതിനെ സ്വീകരിക്കുന്നു എന്ന് ഹൃദയംഗമായി പറയത്തക്കവണ്ണം ഒരുക്കമുണ്ടാകണം. ചില ദമ്പതികൾ കുട്ടി ജനിക്കുന്നതിന് മുൻപേ തന്നെ അവരിൽ അനൈക്യം ആരംഭിക്കും. ഒരാൾ പറയും ആണായിരിക്കണം, അടുത്ത ആളായിരിക്കും പെണ്ണായിരിക്കണം. ചിലർക്ക് ആൺ മതി എന്ന് പറയും, ചിലർക്ക് പെൺമതി എന്ന് പറയും. ജനിക്കും മുമ്പേ തന്നെ ദമ്പതികൾക്കിടയിൽ കുട്ടി എന്തായിരിക്കണം, ആരായിരിക്കണം എന്നുള്ള വിഷയത്തിൽ ഒരു ആഗ്രഹ സംഘട്ടനം നടക്കുകയാണ്. ഇത് ശരിയല്ല. ദൈവം അനുഭവിക്കുന്നതെന്തും വിലപ്പെട്ട സമ്മാനങ്ങളായി സ്വീകരിപ്പാൻ നമുക്ക് കഴിയണം. അത് ആൺകുട്ടിയാകട്ടെ അല്ലെങ്കിൽ പെൺകുട്ടിയാകട്ടെ. ഇതിൻ്റെ മറ്റൊരർത്ഥം, ഒരു കുട്ടി ആദ്യം ജനിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ, അതിനുശേഷമാണ് ലോകത്തിലേക്ക് ജനിക്കുന്നത്. ലോകത്തിലേക്ക് കുട്ടി ജനിക്കും മുമ്പേ ആ കുട്ടി നമ്മുടെ മനസ്സിൽ ജനിക്കുമെങ്കിൽ ആ കുട്ടി നാം പ്രതീക്ഷിച്ചിരുന്ന ഒരു അതിഥിയായും നാം പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായും നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറും. അവിടെ മുതലാണ് മാതാപിതാക്കന്മാരും മക്കളും നമ്മളതായ ബന്ധത്തിൻ്റെ ഒരു നല്ല തുടക്കമെന്ന് പറയാൻ കഴിയും. ഒരു കുട്ടി ആരായി തീരണം എന്ന ചിന്ത, അതിനെക്കുറിച്ചുള്ളതായ സംഭാഷണം, വികാരങ്ങൾ, ഇവയെല്ലാം ജനിക്കുന്ന കുഞ്ഞിനെ ഒരു ദൈവപുത്രനാക്കി തീർക്കുകയാണ്. യേശു ജനിക്കും മുൻപ് യേശുവിൻ്റെ ജനന വസ്തുത, പേര്, അവൻ എന്ത് ചെയ്യും, ആരായിത്തീരും ഇത്യാദി കാര്യങ്ങൾ ദൂതൻ അറിയിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ആ മറിയ ഇതൊക്കെയും അനേകരോട് പറഞ്ഞു കാണുമായിരിക്കാം. ജോസഫും ഇത് പലരോട് പങ്കിട്ട് കാണുമായിരിക്കാം. ജോസഫും മറിയവും ഇരിക്കുമ്പോൾ ഈ ജനിപ്പാനിരിക്കുന്ന കുട്ടിയെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ പ്ലാൻ അവർ നിരന്തരമായി സംഭാഷിച്ചുകൊണ്ടിരുന്നേക്കാം. എന്നാൽ മറുഭാഗത്ത് ഒരു യൂദായും ജനിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ യൂദ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റുകൊടുത്തതിന് കാരണം അവൻ്റെ അപ്പൻ ഒരു ബ്ലേഡ് പലിശക്കാരനായിരുന്നിരിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വീട്ടിൽ എപ്പോഴും പണത്തെക്കുറിച്ചുള്ളതായ സംഭാഷണമാണ്. എത്ര രൂപ കിട്ടും, ഈ മാലയ്ക്ക് എത്ര രൂപ വാങ്ങാം, എത്ര രൂപ അവിടെ നിന്ന് പലിശ കിട്ടാനുണ്ട്, ഇത് എത്ര പലിശയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പലിശ എങ്ങനെ ഈടാക്കിയെടുക്കാം, ഇതൊക്കെയായിരിക്കും വീട്ടിലെ സംഭാഷണം. തീർച്ചയായും ആ സംഭാഷണം ജനിക്കുന്ന കുട്ടിയെയും ബാധിക്കുമെന്നതിന് ഒരു തർക്കമില്ല. അതുകൊണ്ടായിരിക്കും യൂദ ഒരു ദ്രവ്യാഗ്രഹിയായിട്ട് തീർന്നത്. മാതാപിതാക്കളുടെ പണാശിയും അവരുടെ സംഭാഷണവും യൂദയെ ഈ വിധത്തിൽ ക്രിസ്തുവിനെ കേവലം 30 വെള്ളിക്കാശ് ഒറ്റിക്കൊടുക്കുന്ന ഒരു ദ്രോഹിയാക്കി മാറ്റി. ജനിക്കുന്നതിന് മുൻപ് തന്നെ ഉള്ള മാതാപിതാക്കന്മാരുടെ ചിന്തയും സംഭാഷണവും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ജനിപ്പാനിരിക്കുന്ന കുട്ടിയെ ഉദരത്തിൽ വെച്ച് തന്നെ സ്വാധീനിക്കുന്നു. ഇത് ശാസ്ത്രവും ഈ കാര്യങ്ങൾ തെളിയിക്കുകയാണ്. കുഞ്ഞിന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വികാരം അനുഭവിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗർഭിണിയായ ഒരു സ്ത്രീ ദോഷവിചാരങ്ങൾക്ക് വിധേയപ്പെടാതെ ജീവിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ദോഷവിചാരം: കോപം, ഭയം, ഉത്കണ്ഠ, മാനസികമായ പിരിമുറുക്കം, വിഷാദം. ഇതൊക്കെ ഉദരത്തിലുള്ളതായ കുഞ്ഞിനെ ബാധിക്കുകയും ആ കുട്ടിയുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും. ഒരു മാതാവ് വായിക്കുന്നതായ പുസ്തകം, കാണുന്നതായ ചിത്രം, ഇതിൻ്റെ എല്ലാം സ്വാധീനം ആ കുട്ടിയുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് രക്ഷാകർതൃത്വം എന്നത് ജനിക്കും മുമ്പേ ആരംഭിക്കുന്നു. ഒരു മാതാവ് വിശിഷ്യ
ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞിനെ ഓർത്ത് വികാരങ്ങളിൽ നിയന്ത്രണമുള്ളവരായി ഞാൻ കാണുന്നതും കേൾക്കുന്നതും സംഭാഷിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ എൻ്റെ കുഞ്ഞിനെ ദോഷകരമായി ബാധിക്കരുത് എന്ന നിലയിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഒരത്യാവശ്യമാണ്. കൊച്ചിയിൽ ഒരു സംഭവം ഉണ്ടായി. നിഷ്കളങ്കത മുറ്റുനിൽക്കുന്ന ഒരു പ്രായത്തിൽ ഒരു കുട്ടി മോശമായ പ്രകൃതം കാണിച്ചു തുടങ്ങി. എന്താണെന്ന് ഞാൻ തെളിച്ചു പറയുന്നില്ല. ഇത് മാതാപിതാക്കന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു. ഇത്രയും ചെറിയ കുട്ടി ഇങ്ങനെ പെരുമാറുകയോ? വിദ്യാസമ്പന്നരായ ആ അമ്മയപ്പന്മാര് ഒരു ശിശുരോഗ വിദഗ്ധനെ കാണിച്ചു. മുഖവരയായിട്ട് അദ്ദേഹം അമ്മയോട് എടുത്തടിച്ചുപോലെ ചോദിച്ച ചോദ്യം, ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അശ്ലീല ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നായിരുന്നു. എന്നായിരുന്നു മറുപടി. എന്നാൽ അതുതന്നെയാണ് ഈ കുട്ടിയെ ചെറുപ്രായത്തിൽ മോശമായ പ്രകൃതത്തിന് ഇടയാക്കിയിരിക്കുന്നത് പറഞ്ഞപ്പോൾ അവര് ലജ്ജിച്ച് തലതാഴ്ത്തി. ഞങ്ങൾ തന്നെയാണല്ലോ ഈ കുട്ടിയുടെ സ്വഭാവ വൈകൃതത്തിന് കാരണക്കാരെന്ന് അവർ ബോധ്യപ്പെട്ട് പോകുന്നതിനിടയായി തീർന്നു. അമ്മയുടെ ദോഷവികാരങ്ങൾ തിന്മയ്ക്കായി കുഞ്ഞിനെ ബാധിക്കും. അതുപോലെ തന്നെ നന്മയായ വികാരങ്ങളും കുഞ്ഞിനെ ബാധിക്കും. നന്മയായ വികാരങ്ങൾ പറയുമ്പോൾ സന്തോഷം, ചിരി, സമാധാനം, കുടുംബത്തിലെ അന്തരീക്ഷം, ഇതെല്ലാം ഗുണപരമായ ഫലം സൃഷ്ടിക്കും. ലൂക്കോസിന്റെ വിശേഷം 1-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. പശ്ചാത്തലം, മറിയയ്ക്കും ദൈവദൂതനാണ് അരുളപ്പാടുണ്ടായി, നിനക്കൊരു മകൻ ജനിക്കും. അതിനു മുൻപേ തന്നെ എലിസബത്തിന് ദൈവിക അരുളപ്പാടുണ്ടായി, അവൾക്കും വാർദ്ധക്യത്തിൽ മകൻ ജനിക്കുമെന്ന്. എലിസബത്ത് ഗർഭവതിയായിരിക്കുമ്പോൾ മറിയ എലിസബത്തിനെ സന്ദർശിക്കാൻ ചെന്നപാടെ മറിയ തുറന്ന ഹൃദയത്തോടെ എലിസബത്തിന് ഒരു വന്ദനം പറഞ്ഞു. അവൾ പറയുന്ന മറുപടി എന്താ? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ എൻ്റെ ഗർഭത്തിൽ പിള്ള ആനന്ദം കൊണ്ട് തുള്ളി. ശ്രദ്ധിച്ചാട്ടെ, ജനിക്കുമ്പോഴേ തന്നെ സാഹചര്യങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സന്തോഷം, ചിരി, വാക്കുകൾ, സമാധാനം, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്നുള്ളത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ജനിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടിക്ക് പ്രാധാന്യമുണ്ട് എന്ന് ചുരുക്കം. ഇതിന് ഒരുപാട് വേദഭാഗങ്ങൾ, ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് പറയാനുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ സിംശോൻ എന്ന ന്യായാധിപൻ ജനിക്കുന്നതിന് മുൻപ് ദൈവദൂതൻ അവളുടെ അമ്മയോടും അപ്പനോടും സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുന്നു. ദൈവം മാനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. ഉടനെ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു. അന്ന് എന്റെ അടുക്കൽ വന്നയാൾ ഇതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നുവെന്ന് അവനോട് പറഞ്ഞു. ഉടനെ മനോഹ വന്ന് ദൂതനോട് ചോദിച്ചപ്പോൾ, എന്റെ ഭാര്യയ്ക്ക് മുമ്പേ പ്രത്യക്ഷനായി എന്തൊക്കെയോ പറഞ്ഞതായിട്ട് അറിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞതെല്ലാം അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. അവൾ വീഞ്ഞും മദ്യവും തുടരുത്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടി ഒരു ദൈവത്തിന് നാസീറായിരിക്കുമെന്ന് അറിയിക്കുകയും, കുട്ടി ദൈവത്തിന് നാസീറായിരിക്കണമെങ്കിൽ അമ്മയും നാസീറായിരിക്കണമെന്ന ഒരു വ്യവസ്ഥ ദൈവം വയ്ക്കുന്നു. കുട്ടി ദൈവത്തിന് വ്രതസ്ഥനായിരിക്കണമെങ്കിൽ അവൻ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതും തുടരുത്. ആ കുട്ടി അങ്ങനെ ജനിക്കണമെങ്കിൽ ആ അമ്മ ആ ഗർഭകാലത്ത് വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. നോക്കുക, ഒരു കുട്ടി ജനിക്കുന്നതിന് മുൻപേ ദൈവം കൊടുക്കുന്നതായ വ്യവസ്ഥകൾ. 14-ാമത്തെ വാക്യം, മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്. വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? ജനിപ്പാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി. അപ്പോൾ 10 മാസം ഉദരത്തിൽ ചുമന്ന് പ്രസവിക്കുന്നതിനേക്കാൾ പ്രാധാന്യവും ക്ലേശപൂർണമായ ഉത്തരവാദിത്വമാണ് ജനിച്ച കുഞ്ഞിനെ പൂർണ്ണ വ്യക്തിത്വത്തിലേക്ക് വളർത്തിയെടുക്കുക എന്ന്. ചിലർ ചോദിക്കും, വളർത്തിയില്ലെങ്കിൽ വളരുകയില്ല. തീർച്ചയായിട്ടും വളരും. ആരും വളർത്തിയില്ലെങ്കിലും വളരും. ഒരു പയർ ചെടിയുടെ വള്ളി നാം ശരിയായി പടർത്തിവിട്ടാൽ, അതിനെ കെട്ടിവെച്ച് കൊടുത്താൽ അതിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം ഫലം ലഭ്യമാകും. ഇതാണ് മക്കളെ വളർത്തേണ്ടത് രീതികളുടെ ആവശ്യകത. ഏതാനും മാസങ്ങളിലെയോ വർഷങ്ങളിലെയോ ഒരു പ്രക്രിയയല്ല രക്ഷാകർത്തൃത്വം. പ്രസ്തുത ജീവകാലം മുഴുവനും നിലനിൽക്കുന്ന ഒരു പരിശ്രമം. മക്കളെ വളർത്തി നല്ലവരാക്കണമെന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഏത് മാതാപിതാക്കന്മാർക്കാണ് മക്കൾ മോശമാകണം ചിന്ത? ആർക്കുമില്ല. അവരെ നന്നായി വളർത്തണം, നന്നതിൽ എത്തിച്ചേരണം. പക്ഷെ നല്ല മാതാപിതാക്കന്മാരാകുവാൻ എനിക്ക് കഴിവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും.
ഒരിക്കലുമല്ല. ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നെങ്കിൽ ആ മക്കളെ ഏറ്റവും ഭംഗിയായി വളർത്തുവാൻ ആവശ്യമായ കഴിവുകൾ ദൈവം നിങ്ങളിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ വായിച്ചത് വേദഭാഗങ്ങൾ അതിന് അടിവരയിടുന്നു. സ്രാവയോഹന്നാൻ, യേശു, ശിംശോന്, ശലോമോന്, ഇങ്ങനെ തിരുവെഴുത്തുള്ളതായ അനവധി ഭക്തന്മാരെ നോക്കുമ്പോൾ അവർ ജനിക്കും മുമ്പേ അവരെക്കുറിച്ച് ദൈവം സംസാരിക്കുകയും അവരെക്കുറിച്ച് ദൈവത്തിന് പ്ലാൻ എന്തോ ആ പ്ലാൻ പ്രകാരം വളർത്തണം നിർദ്ദേശിക്കുകയും ചെയ്യുന്നെങ്കിൽ തീർച്ചയായും അങ്ങനെ വളർത്താനുള്ള കഴിവ് ദൈവം അവർ അപ്പോൾ തന്നെ കൊടുക്കുകയാണ്. ചുരുക്കത്തിൽ നിങ്ങൾക്ക് ദൈവം മക്കളെ തന്നിരിക്കുന്നെങ്കിൽ ആ മക്കളെ നന്നായി വളർത്തിയെടുക്കാൻ ആവശ്യമായ കഴിവുകൾ നിങ്ങൾ തന്നെ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുവാൻ മാനസികമായി തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രം മതി. ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ ആദ്യ അവകാശ രേഖയുടെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നതിനുണ്ട്. ഏതാണ് ഒരു കുട്ടിയുടെ ആദ്യ അവകാശ രേഖ? ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ്. ജനനം ഉടനെ രജിസ്റ്റർ ചെയ്യണം. ജനനസ്ഥലവും തീയതിയുമുള്ള ഏക നിയമാനുസൃതമായ രേഖയാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ്. സ്കൂൾ പ്രവേശനത്തിന്, പ്രായത്തെളിവിന്, റേഷൻ കാർഡിന്, പാസ്പോർട്ടിന്, വോട്ടർ കാർഡിന്, ഡ്രൈവിംഗ് ലൈസൻസിന്, ഇതിനെല്ലാം ആവശ്യമായ ഒന്നാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നതിന് മുൻപ് തന്നെ കുട്ടിയുടെ ജനനസ്ഥലവും പേരും ജനനത്തീയതിയുള്ള ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിവെക്കണം. സ്കൂളിൽ ചേർക്കുമ്പോൾ സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ തന്നെയാണ് സ്കൂളിലെയും കൊടുത്തിരിക്കുന്ന വിവരങ്ങളെന്ന് ഉറപ്പുവരുത്തണം. തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ പിൽക്കാലത്ത് അത് പ്രയാസമായി തീരും. ഓരോ വീടും ഓരോ വിദ്യാലയമാണെന്ന് പറയാം. ഓരോ അപ്പനും അമ്മയും അധ്യാപകരും. ഈ ലോകത്തിലെ ഏത് ഉയർന്ന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപനത്തെക്കാൾ പരമപ്രധാനമായ ഒന്നാണ് ഒരു മാതാപിതാക്കന്മാർ ചെയ്യുന്നത്, മക്കളെ വളർത്തുക എന്നത്. യഥാർത്ഥ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൻ, അമ്മ, മറ്റു കുടുംബാംഗങ്ങൾ ഇന്നിവരിൽ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ആകുന്നു കുട്ടിയുടെ സിലബസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രക്ഷാകർതൃത്വം ഒരു ടീം വർക്കാണ്, ഒരാൾ മാത്രമായി ചെയ്യേണ്ടതോ ചെയ്യുന്നതോ അല്ല. ഈ കാലത്ത് കൂടുതലും അണുകുടുംബങ്ങൾ, അണുകുടുംബം എന്ന് പറഞ്ഞാൽ അപ്പൻ, അമ്മ, മക്കൾ, എത്രയുള്ളൂ. മുൻകാലങ്ങളിൽ കൂട്ടുകുടുംബങ്ങളായിരുന്നു. അവിടെ കുട്ടികൾ, അവിടെ അപ്പനമ്മ, അവരുടെ അപ്പനമ്മ, വല്യപ്പൻ, വല്യമ്മ, ചിലപ്പോൾ അവരുടെ മാവിമാർ, ഇങ്ങനെ പലരും ഉണ്ടാവും. ഇങ്ങനെ ഈ വിശാലമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് ആ വിശാലമായ കുടുംബത്തിലെ പല പ്രായത്തിലും അനുഭവത്തിലും സ്വഭാവത്തിലുള്ള കഴിവുള്ള അംഗങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഈ പുതു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ബാധ്യസ്ഥരായ ഗ്രാൻഡ് പേരൻസ് അവരത് ഭംഗിയായി അവരുടെ ജോലി നിവർത്തിച്ചിരുന്നു. മുതിർന്ന ആളുകളിലൂടെ വളർന്ന കുട്ടികൾക്കറിയാം, വളരെ വേഗം അവർ ഒരു നല്ല വ്യക്തിത്വത്തിലേക്ക് വളരും. ഈ പ്രായമുള്ള അപ്പന്മാർ, അമ്മമാർ യഥാസമയം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെയായിരിക്കണം, ഇതെല്ലാം അവരെ അപ്പോഴപ്പോൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവർ നല്ല നിലയിൽ വളർന്നു വരികയാണ്. അങ്ങനെ അവരെ വളർത്താനുള്ളതായ സമയം അവർക്കുണ്ടായിരുന്നു. അതാണ് ഒരു പ്രത്യേകത. കൂടാതെ പക്വതയും അനുഭവ സമ്പത്തും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ അണുകുടുംബം ഈ കാലങ്ങളിൽ യൗവനക്കാരായ മാതാപിതാക്കന്മാർക്ക് മക്കളെ വളർത്താൻ സമയമില്ല എന്നുള്ളത്. രണ്ടാമത് അവർക്ക് പക്വതയില്ല. അവർ പക്വത അനുഭവമുള്ളവരായി മാറുമ്പോഴേക്കും കുട്ടികൾ വളർന്നിരിക്കും. അത് പ്രയോഗിക്കാനുള്ളതായ അവസരവും കഴിഞ്ഞു പോകും. ഇവിടെയാണ് പേരന്റിംഗ് കൗൺസിലിങ്ങിന്റെ പ്രസക്തി എന്നത്. ജനിക്കുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതദശ ഇതിനെ പലതായിട്ട് തിരിക്കുക. 4-ാമത്തെ മാസം വരെ ഇൻഫന്റ്, നവജാത ശിശു എന്നാണ് പറയുക. 4-ാം മാസം മുതൽ 2 വയസ്സ് വരെ ബേബിഹുഡ്, ശിശുപ്രായം. 2 മുതൽ 12 വരെയുള്ളതായ കാലഘട്ടത്തെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ കുട്ടിക്കാലം എന്ന് പറയും. തുടർന്ന് കൗമാരപ്രായം, ഒരു യൗവനം, ഇങ്ങനെ പോകുന്ന മനുഷ്യന്റെ ജീവിതദശ. എന്നാൽ കുറഞ്ഞത് 12 വയസ്സ് വരെയെങ്കിലും മാതാപിതാക്കന്മാരോട് കൂടെ ഒരു കുട്ടി വളരണം. 5 വയസ്സ് വരെയെങ്കിലും വളർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിർഭാഗ്യകരമാണത്. 2 വയസ്സ് വരെ അമ്മയെങ്കിലും ഒരു കുട്ടിയോടുകൂടെ ഇല്ലെങ്കിൽ അത് ഏറ്റവും അപകടകരവുമാണ്. വേറെ ആരും അതിന് പകരമാകിയില്ല. അമ്മയ്ക്ക് പകരം വല്യമ്മ ഏൽപ്പിച്ചതോ അപ്പന് പകരം നോക്കുവാനായിട്ട് ആ സഹോദരൻ ഉണ്ടായിരുന്നു, ഇന്നും അതിന് പകരമാകിയില്ല. അപ്പന് പകരം അപ്പനും അമ്മയ്ക്കും ഒരു അമ്മയും അതിന് പകരം ആരും വയ്ക്കാവതല്ല. അവരിൽ നിന്ന് ലഭിക്കുന്നതായ പരിശീലനവും സ്നേഹവും കരുതലും വേറെ ആരിൽ നിന്നും ലഭിക്കുകയുമില്ല. ഇങ്ങനെ മാതാപിതാക്കന്മാർ യഥാപ്രായത്തിൽ
ലഭിക്കാതെ വളരുന്നതായ കുട്ടികളിൽ അതിൻ്റെതായ സ്വഭാവ വൈകല്യം വളരെ ശക്തമായിട്ട് കാണപ്പെടും. മാതാപിതാക്കന്മാരോട് ഈ പ്രായത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതായ ആത്മബന്ധം അതാണ് ജീവിതത്തിൻ്റെ ബലവത്തായ അടിത്തറ. ഒരു അമ്മയോടുകൂടെ ഒരു കുഞ്ഞ് വളരുമ്പോൾ, ഒരു അപ്പനോടുകൂടെ ഒരു കുഞ്ഞ് വളരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നതായ ഒരു ആത്മബന്ധമുണ്ട് പിതാവിനോടും മാതാവിനോടും. അതാണ് ജീവകാലം മുഴുവനും ഉള്ള ഒരു നല്ല അടിത്തറ. ശൈശവത്തിൽ പാലൂട്ടാൻ, ചോറൂട്ടാൻ, താരാട്ട് പാടി ഉറക്കുവാൻ, ഉണർത്തുവാൻ, കുളിപ്പിക്കുവാൻ, ഉടുപ്പിക്കുവാൻ, കണ്ണുനീര് തുടയ്ക്കുവാൻ, ഉമ്മ വയ്ക്കുവാൻ സമയം ചെലവഴിക്കുന്ന ഒരമ്മയെ ഏത് കുട്ടിയാണ് മറക്കുക? റാഫ് എമേഴ്സൺ എന്നൊരു വ്യക്തി ഇങ്ങനെയാണ് പറയുന്നത്, അമ്മ വളർത്തിയത് എങ്ങനെയോ അങ്ങനെയാണ് ഓരോ മനുഷ്യനുമെന്ന്. അതുകൊണ്ട് അപ്പന് അതിൽ പങ്കില്ലെന്നല്ല, അമ്മയുടെ പ്രാധാന്യം, അമ്മയുടെ പരിപാലനം, സാമീപ്യം, സ്നേഹത്തിന്റെ ആവശ്യകതയിലേക്കാണ് പേരൂന്നുന്നത്. ഒരമ്മ വളർത്തിയത് എങ്ങനെയോ അതുപോലെ ഇരിക്കും ഏതോ ഒരു മനുഷ്യനും. നിർഭാഗ്യവശാൽ ഇന്ന് ആരെങ്കിലുമൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ഉദ്യോഗത്തിന് പോകുന്നത് കൊണ്ട്, വിശേഷിച്ച് വിദേശത്ത് പോകുന്നതിനാൽ ഉണ്ടാകുന്ന നഷ്ടം അത് പിന്നീട് നികത്താൻ സാധ്യമല്ല. നിങ്ങളുടെ കുട്ടികളെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിലും പരിപാലനത്തിലുമാണ് വളർത്തേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഒരു പൂർണ്ണ വ്യക്തിത്വം കൈവരികയുള്ളൂ. ഉദ്യോഗവും ബിസിനസ് മൂലം സമയമില്ല എന്ന് പലരും പറയാറുണ്ട്. വേറെ എന്തിനെല്ലാം സമയം ഇല്ലാതെ പോയാലും മക്കളെ വളർത്തുവാൻ, അവരോടുകൂടെ ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. ഇല്ലെങ്കിൽ അവരെ വളർത്തുവാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അവർക്കെന്നവണ്ണം നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ ഒടുവിൽ വ്യർത്ഥമായി തീരും. അയ്യോ, എൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് സമ്പാദിച്ചത് വ്യർത്ഥമായി തീർന്നല്ലോ എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും സമയം വളരെ വൈകിയിരിക്കും. 2 വയസ്സ് വരെ ഭക്ഷണം, വിസർജനം, ഉറക്കം ഇത്യാദി ദിനചര്യകൾ ചിട്ടപ്പെടുത്തി ശീലിപ്പിക്കാൻ കഴിയും. 2 വയസ്സ് മുതൽ 6-8 വയസ്സ് വരെയാണ് വളരെ പ്രധാനപ്പെട്ടതായ കാലഘട്ടം. ഈ പ്രായത്തിൽ മടിയിലിരുത്തുവാൻ, കൂടെ വിനോദിക്കുവാൻ, കൈപിടിക്കുവാൻ, കൂടെ കൊണ്ടു നടക്കുവാൻ, അറിവ് പകർന്നു കൊടുക്കുവാൻ സമയം കണ്ടെത്തുന്ന ഒരപ്പനെ കുട്ടി ഒരിക്കലും മറക്കുകയും. 12 വയസ്സിന് രൂപം കൊള്ളുന്ന വ്യക്തിത്വമാണ് ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ മികവ് അതിന്റെ സോഫ്റ്റ്വെയർ. ഇതുപോലെ ഒരു വീടിനും പ്രധാനം അതിന്റെ ആദ്യം എടുക്കുന്നതായ ബ്ലൂ പ്രിന്റ്. ഈ കുട്ടിപ്രായത്തിൽ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന, സൃഷ്ടിക്കപ്പെടുന്ന, ഉരുവാക്കപ്പെടുന്ന വ്യക്തിത്വം അതാണ് മുഴു ജീവിതത്തിന്റെയും ബ്ലൂ പ്രിന്റ്. സ്വഭാവം, ശീലം, ബന്ധങ്ങൾ, ആരോഗ്യ, സമ്പത്ത്, തൊഴില്, ഇവയിലെല്ലാം ജീവകാലം മുഴുവനും ഇത് സ്വാധീനം ചെലുത്തും. മനുഷ്യൻ വിദ്യാഭ്യാസത്തിൽ വളരെ ഉയർന്നിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഉയർന്നുയർന്ന പദവിയിലെത്തുമെങ്കിലും സ്വഭാവത്തിൽ വലിയ മാറ്റമില്ല. അതിന് കാരണം ചെറുപ്രായത്തിൽ അവരെ ശരിയായ വ്യക്തിത്വത്തിലേക്ക് വളർത്തപ്പെട്ടില്ല, അല്ലെങ്കിൽ വളർന്നില്ല എന്ന്. ഈ വ്യക്തിത്വം രൂപം കൊള്ളുന്നതിൽ മറ്റുള്ളവർക്കും സ്വാധീനമുണ്ട്, സാഹചര്യങ്ങൾക്കും സ്വാധീനമുണ്ട്. ഒരു ഗണ്യമായ പങ്കാണ്. ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ കാണുന്നതും കേൾക്കുന്നതെല്ലാം അതേപടി അനുകരിക്കും. കൊച്ചുപ്രായത്തിൽ അവരെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും കുറഞ്ഞത് 2 വയസ്സ് വരെ നിരീക്ഷണ പാഠവും വളരെ കൂടുതൽ അത് കഴിഞ്ഞുമുണ്ട്. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം 3-4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വളരെ സൂക്ഷ്മമായി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കും. ഒരിക്കൽ രസകരമായൊരു സംഭവം, പട്ടാളത്തിൽ ജോലിയുള്ളതായ യുവനക്കാരൻ ലീവെടുത്ത് വീട്ടിൽ വന്നു. ഭാര്യ, ഒരു ചെറിയ കുട്ടി. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അറിയിപ്പ് വന്നു, ലീവ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു, യുദ്ധം തുടങ്ങി, പെട്ടെന്ന് തിരിച്ചു ചെല്ലണമെന്ന്. ഈ യൗവനക്കാരൻ പോകാനായിട്ട് എല്ലാം റെഡിയായി. പോകാൻ നേരത്ത് ഭാര്യയെ വിളിച്ച് യാത്ര പറഞ്ഞു. ഞാൻ പോകട്ടെ, യുദ്ധരംഗത്തേക്കല്ലേ പോകുന്നത്, ഒന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ, ജീവിക്കാം മരിക്കാം എന്ന് സംഭവിക്കാം. പക്ഷേ ഞാൻ മടങ്ങി വന്നില്ലെങ്കിൽ നീ വേറെ വിവാഹം കഴിച്ചോളണം, മോനെ നീ പൊന്നുപോലെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഇത് കണ്ടുവന്നതായ കുട്ടി, ഇതെല്ലാം കേട്ടുന്നത് ആ കുട്ടി പിറ്റേ ദിവസം രാവിലെ അവൻ LKG പോകുകയാണ്. പോകാൻ നേരത്ത് അമ്മയോട് പറഞ്ഞു, മമ്മി ഞാൻ പോകുക, ഞാൻ വന്നില്ലെങ്കിൽ മമ്മി വേറെ കല്യാണം കഴിക്കണം. അർത്ഥമെന്ന് പറഞ്ഞുകൂടാ, തലേ ദിവസം പപ്പ എന്ത് കാണിച്ചു, എന്ത് പറഞ്ഞു, പിറ്റേ ദിവസം അതുപോലെ ചെയ്യുകയാണ്. അപ്പോൾ നാം മാതൃകയായി കുട്ടികളുടെ മുൻപാകെ ആയിരിക്കേണ്ട ആവശ്യകതയാണ് തുറന്നു കാണിക്കുന്നത്. നമ്മുടെ ഓരോ നീക്കവും, ഓരോ വാക്കും, ഓരോ പെരുമാറ്റവും, നമ്മുടെ നിൽപ്പ്, നമ്മുടെ ഇരിപ്പ്, നാം കൊടുക്കുന്നത്, വാങ്ങിക്കുന്നത് എല്ലാം കുട്ടികൾക്ക് ഒരു പൂർണ്ണ മാതൃകയായി തീരുകയാണ്. മാതാപിതാക്കളുടെ മാതൃക കുറിച്ച്, ആവശ്യതയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരികയില്ല. ഒരു 10 തവണ ഒരു കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ
ഒരു തവണ അത് മാതൃകയായി കാട്ടുന്നതാണ് ഫലപ്രദമാകുന്നത്. ഒരപ്പൻ മകന് പുരുഷ മാതൃകയാണ്, ഒരമ്മ മകൾക്ക് ഒരു സ്ത്രീ മാതൃകയാണ്. നിങ്ങളെയാണ് മക്കൾ സകലത്തിനും മാതൃകയാക്കുന്നത്. ഈ ഓർമ്മ എപ്പോഴും മാതാപിതാക്കന്മാരുടെ മനസ്സിലുണ്ടായിരിക്കണം. ചിലർ വിചാരിക്കുന്ന പിള്ളേരല്ലേ, അവർക്കൊന്നും മനസ്സിലാകത്തില്ല. ആ ചിന്തയാണ് മഹാബദ്ധം. വിശേഷിച്ച് ആ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഒരു ഡ്യുവൽ മൈൻഡാണ്. ഒരേ സമയം പല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് ഭയങ്കര കഴിവാണ്. വീട്ടിൽ ആരെങ്കിലും വന്നെന്നിരിക്കട്ടെ, നിങ്ങളുടെ 2 കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക, കളിപ്പാട്ടത്തിന് പിടിക്കുന്നു, വലിക്കുന്നു, ഉന്തുന്നു, തള്ളുന്നു, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ വന്നയാളുമായി സംഭാഷണം ഏർപ്പെടുന്നു. കുട്ടി കേൾക്കേണ്ടതല്ലാത്തൊരു വിഷയം നിങ്ങൾ സംസാരിക്കുക. നിങ്ങളോ അവിടെ ഭയങ്കര പിടിയും വലിയും ആ ഉന്തും തള്ളും ഒക്കെ നടക്കുകയല്ലേ. അതൊക്കെ നടന്നാലും ചെവി ഇവിടെ കറക്റ്റായിരിക്കും. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഏർപ്പെട്ടാലും നിങ്ങൾ പറഞ്ഞത് അത്രയും തത്ത പറയുന്നതിനോട് ചോദിച്ചാൽ പറയും. ഇതാണ് കുട്ടികളുടെ ശ്രദ്ധ എന്നത്. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മുതിർന്നവരെക്കാൾ ശ്രദ്ധ കുട്ടികൾക്കാണ്. മുതിർന്നവർക്ക് അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കയറി പറഞ്ഞുകൊണ്ടിരിക്കും. പ്രസംഗം കേട്ടുവരുന്നാലും കൗൺസിലിംഗ് നടന്നുകൊണ്ടിരുന്നാലും ഒക്കെ. ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞായറാഴ്ച പ്രസംഗിച്ചു, നാം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപകടം വരാതിരിക്കണമെങ്കിൽ കർത്താവേ എന്നെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പതിവ്. അതുപോലെ നിങ്ങൾ ആ ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഡ്രൈവർ വിശ്വാസിയോ അവിശ്വാസിയോ ആയിക്കൊള്ളട്ടെ, ദൈവമേ നല്ല രീതിയിൽ വാഹനം ഓടിക്കുവാൻ ആ സുഖവും ബലവും കൃപയും ആ മനഃചിത്തത എല്ലാം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം കയറിയിരിക്കുവാൻ. ഞാൻ വെറ്റിയാഴ്ച വന്നപ്പോൾ ഒരു വാർത്ത കേട്ടു. 1ാം ക്ലാസ്സിലും LKG പഠിക്കുന്ന 2 മക്കൾ, 2 ആമക്കളാണ്. ആ ഇളയ കുട്ടി പോകാൻ നേരത്ത് പ്രാർത്ഥിച്ചത്, കർത്താവേ ഡ്രൈവറെ സൂക്ഷിക്കണേ, കിളിയെ സൂക്ഷിക്കണേ. മമ്മി ചോദിച്ചു, അതെന്തിനാടാ കിളി? അത് കിളിയല്ലേ എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതും വണ്ടിയെ പിടിച്ച് കയറ്റുന്നതും ബാഗ് കെടുത്തു തരുന്നതും. ഞാൻ കിളിയുടെ കാര്യമൊന്നും പ്രസംഗിച്ചില്ല, ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിനെ പറഞ്ഞുള്ളൂ. എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തി. ഡ്രൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ LKGയിലെ കുട്ടി കിളിക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വിചാരമുണ്ടോ ഇത്രയധികം കുട്ടികൾ ശ്രദ്ധിക്കുമെന്നും ഒരു കാര്യത്തെ അനുകരിക്കാൻ ശ്രമിക്കുമെന്നും? അതുകൊണ്ട് നമ്മുടെ മക്കൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ആശിക്കുന്നുവോ അതുപോലെ തന്നെ നാം ആയിരിക്കുക. വേറെ ഒരു വഴിയുമില്ല. അവരെങ്ങനെയായിരിക്കണമെന്ന് മനസ്സിൽ ചിന്തയുണ്ടോ അതുപോലെ നമ്മൾ ആയിത്തീരുമ്പോൾ അവിടെ മുൻപാകെ കാണപ്പെടുമെങ്കിൽ തീർച്ചയായും ഇതുപോലെ ആയിത്തീരും. കേവലം ഉപദേശമല്ല അവിടെ ആവശ്യമായിരിക്കുന്നത്. ഹെറിഡിറ്റി, അതായത് മാതാപിതാക്കളുടെ സ്വഭാവം സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്ന പ്രക്രിയയാണത്. ഇതിനെ വംശപാരമ്പര്യം എന്ന് പറയും. പലപ്പോഴും ഇതിനെക്കുറിച്ച് ഉള്ളതായ ചിന്ത പലരും ഉണ്ടാവില്ല. ഒരു പിതാവിന്റെ സ്വഭാവം എന്തോ അത് മക്കളിലേക്ക് അവരുടെ മക്കളിലേക്ക് തന്നെ പകർന്നുകൊണ്ടേയിരിക്കും. മാതാവിന്റെ സ്വഭാവവും പെരുമാറ്റം എന്തോ അത് അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകും. അമേരിക്കയിൽ 2 പേരെ കുറിച്ച് പഠനം നടത്തുകയുണ്ടായി. ഒരാളുടെ പേര് പ്രോയൂക്ക് എന്ന്. അദ്ദേഹം പല ദോഷങ്ങൾക്കും മദ്യപാനത്തിനും ഒക്കെ അടിമയായി അക്രമം അടിപിടിയൊക്കെ നടന്നൊരു വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ 7 തലമുറയുടെ പഠനം നടത്തി. ഈ മനുഷ്യന്റെ 7 തലമുറയ്ക്കുള്ളിൽ ഉണ്ടായ ആ മക്കളുടെ സ്വഭാവം, മുഴുക്കുടിയന്മാർ 145 പേര്, അകാല ചർമ്മം അടഞ്ഞവർ 300 പേര്, ദുർനടപ്പുകാർ 90, തന്റെ മക്കളിൽ കൊള്ളക്കാർ 102, 7 തലമുറയ്ക്കുള്ളിൽ വധശിക്ഷ ഏറ്റുവാങ്ങിയവർ 10 പേര്, ജയിൽ പുള്ളികൾ 82 പേര്, കയ്യിരിപ്പ് കൊണ്ട് മറ്റുള്ളവരാൽ കൊല്ലപ്പെട്ടവർ എണ്ണം 300. ഒരു മനുഷ്യൻ ദുശീലങ്ങളിൽ അടിമപ്പെട്ട് ജീവിച്ചപ്പോൾ കേവലം 7 തലമുറയ്ക്കുള്ളിൽ തലമുറയുണ്ടായ പ്രകടനമാണിത്. മറുഭാഗത്ത് ഒരു നീതിമാനായ മനുഷ്യനെക്കുറിച്ച് പഠനം നടന്നു. ജോനഥൻ എന്നാണ് പേര്. നീതിമാനായ രക്ഷിക്കപ്പെട്ട ഭക്തനായ ഒരു മാന്യനായ മനുഷ്യനായിരുന്നു. തൻ്റെ 7 തലമുറയ്ക്കുള്ളിൽ 102 ഗ്രന്ഥകാരന്മാരുണ്ടായി, 3 പേര് പ്രൊഫസർമാർ, 60 അഭിഭാഷകർ, 30 ജഡ്ജിമാർ, സെനറ്റ് അംഗങ്ങളായ 112 പേര്, 7 പേര് സിറ്റി മേയർമാരായി മാറി, 2 പേര് USA വൈസ് പ്രസിഡന്റുമാരായി മാറി. എല്ലാറ്റിനുപരി ആ തലമുറയിൽ 100 പേര് സുവിശേഷകന്മാരായി. അപ്പോൾ ഒരാൾ നീതിമാനായി ജീവിക്കുമ്പോൾ അതും അടുത്ത തലമുറയെ സ്വാധീനിക്കുന്നു. ഒരാൾ നീതിമാൻ അല്ലാതെ ജീവിച്ചാലും തലമുറയെ സ്വാധീനിക്കുന്നു. അതായത് വംശ പാരമ്പര്യം ഇത് മുഖ്യമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആ പാരമ്പര്യം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ചെല്ലുന്നു എന്ന് മനസ്സിലാക്കി നമ്മളിലാണ്
മാറ്റം വരേണ്ടത്. ഇതുപോലെ ഇത് ഞാനിപ്പോൾ അപ്പന്റെ പാരമ്പര്യമാണല്ലോ പറഞ്ഞത്, അമ്മയുടെ പാരമ്പര്യത്തെക്കുറിച്ചും പറയാനുണ്ട്. ചരിത്രം നോക്കിയാൽ നീറോ ചക്രവർത്തിയെ പോലെ ക്രൂരനായ ഒരു മനുഷ്യനെ അധികം വരെ കാണാൻ കഴിയുകയില്ല. അനവധി ക്രൈസ്തവരെ കൊന്നൊടുക്കിയ, അകാരണമായി കൊന്നൊടുക്കിയ ഒരു വ്യക്തിയായിരുന്നു പോലും. അങ്ങനെയുള്ളതായ ഒരു ദുഷ്ടനായ മനുഷ്യന്റെ അമ്മ ഒരു കൊലപാതകയായിരുന്നു. ചുമ്മാതല്ല, നീറോ ഇങ്ങനെ സ്വഭാവക്കാരനായിരുന്നു. ബൈറൺ പ്രഭു താനും ആ ചരിത്രത്തിലെ ഒരു ക്രൂരനായ ഭരണാധികാരിയാണ്. തൻ്റെ അമ്മ അഹങ്കാരിയും വഴക്കാളിയുമായിരുന്നു. എന്നാൽ മറുഭാഗത്ത് മാന്യനും ഭക്തനുമായി ജീവിച്ച ഒരു വ്യക്തിയാണ് അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നതായ പ്രസിഡന്റ്. തൻ്റെ അമ്മ ദൈവഭയമുള്ള ഒരു വിശുദ്ധ സ്ത്രീയായി. നിങ്ങൾ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സാധു സുന്ദർ സിംഗ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: മതം എന്നെ ഒരു ഭക്തനാക്കി, അമ്മ എന്നെ സാധുവാക്കി, അല്ലെങ്കിൽ എന്നെ ഒരു സന്യാസിയാക്കി. താൻ വളർന്നു വന്നതായ മതത്തിന് ചുറ്റുപാട് തന്നെ ഒരു ഭക്തനായി വളരാനിടയാക്കി. പക്ഷേ അമ്മയുടെ വാക്കും സ്വാധീനവും സ്നേഹവുമാണ് തന്നെ ഒരു സന്യാസിയാക്കി തീർത്തത്. ഒരു സന്യാസി സർവസംഘ പരിത്യാഗി, ലോകത്തിലെ എല്ലാവിധ സുഖങ്ങളെയും ത്യജിച്ച് ഒരു സന്യാസിയാക്കി മാറ്റിയത് എൻ്റെ അമ്മയാണെന്ന് പറയും. താൻ ഒരു വാക്കൂടെ കടന്നു പറഞ്ഞു: ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ ഉടനെ തന്നെ എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറയുമെന്ന്. ശ്രദ്ധിച്ചാട്ടെ, അത്രമാത്രം ആത്മബന്ധം സുന്ദർ സിംഗിന് തൻ്റെ അമ്മയോടുണ്ടായിരുന്നു. അപ്പോൾ മകന് വേണ്ടി ഒരപ്പന് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ആ മകന്റെ അമ്മയെ സ്നേഹിക്കുക എന്നതാണ്. ഒരു മകൾക്ക് വേണ്ടി അമ്മയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അവളുടെ അപ്പനെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ്. മക്കൾ കണ്ട് മനസ്സിലാക്കത്തക്കവണ്ണം മാതാപിതാക്കളുടെ പരസ്പര സ്നേഹം, അന്യോന്യമുള്ളതായ കരുതൽ, ഐക്യത, ആശയവിനിമയം ഇവ മുഖ്യ ഘടകമാണ്. അഥവാ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉള്ളതായ ആശയവിനിമയം മക്കൾ കാണെ പറയുന്നു. നിങ്ങൾ നമ്മളതായ സ്നേഹം, അന്യോന്യം കരുതുന്നത്, ഇതെല്ലാം മക്കൾ കാണുക ചെയ്യണം. എന്തിനു വേണ്ടിയാ? അതെല്ലാം അവരെ സ്വാധീനിക്കുന്നതാണ്, സ്വാധീനിക്കാൻ വേണ്ടി തന്നെ. ഭാര്യാഭർത്താക്കന്മാരുടെ വഴക്കും കിയാങ്കളിയും മക്കളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. എന്നും വീട്ടിൽ അപ്പനും അമ്മയും തമ്മിൽ വഴക്കും ഒന്നും തള്ളും അടിയും പിടിയുമാണെന്ന് വരികിൽ ആ മക്കളുടെ സ്വഭാവം വളരെ മോശമായി പോകും. ഒടുവിൽ വഴക്കുണ്ടാക്കുന്നതായ, കാരണം വെക്കുന്നതായ സ്ത്രീയെ വെറുക്കുന്ന ഒരു സ്വഭാവം ആൺമകനുണ്ടാവും. അതുപോലെ തന്നെ ഉപദ്രവിക്കുന്നതായ ഒരു പുരുഷനെ വെറുക്കുന്നൊരു സ്വഭാവം മകളിലും ഉണ്ടാവും. അനേകരും കുടുംബജീവിതത്തിൽ പ്രവേശിച്ചാൽ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഭർത്താവിനോട് വെറുപ്പാണ്. കാരണം വീട്ടിലെ അന്തരീക്ഷമായിരിക്കും. ചിലർക്ക് ഭാര്യയെ വെറുപ്പാണ്. വിവാഹം നടന്നതൊക്കെ കാര്യമാണ്. പക്ഷേ സ്ത്രീ വിരോധം, വുമൺ ഹേറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയും. അതിന് കാരണം കുടുംബത്തിലുള്ള സമാധാനമില്ലാത്ത അന്തരീക്ഷം. അപ്പോൾ മക്കളുടെ ഭാവി ജീവിതത്തെ, കുടുംബജീവിതത്തെ തകർക്കുമാറുള്ള സ്വഭാവം മാതാപിതാക്കന്മാരിൽ നിന്ന് കാണുവാൻ അവർക്ക് ഇടയാകരുത്. അവര് വിവാഹ ജീവിതത്തെ ഭയത്തോടും സംശയത്തോടും കൂടെ, അവജ്ഞയോടും കൂടെ കാണുന്നവരായിരിക്കും. മാതാപിതാക്കന്മാരുടെ ഐക്യതയില്ലായ്മ നിമിത്തം കുടുംബജീവിതം തന്നെ വെറുത്ത് വളർന്നു വന്നിട്ട് ജീവകാലത്തേക്ക് കുടുംബജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകരുണ്ട്. ആ സേസി തോമസിന്റെ ഒരു സാക്ഷ്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. താനും അവിവാഹിതനായി ശുശ്രൂഷ ചെയ്ത് അവസാനിച്ച വ്യക്തിയാണ്. എന്നാൽ ഇങ്ങനെ പെന്തക്കോസ്തിലാകും മുൻപ്, ഈ പ്രതിഷ്ഠയൊന്നും കേൾക്കും മുമ്പ് തന്നെ തനിക്ക് കുടുംബജീവിതം വേണ്ടാൻ തീരുമാനിച്ചു. താൻ ഒരിക്കൽ സ്ത്രീലിംഗ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് വിവാഹം കഴിക്കുവാനായിട്ട് താൻ തീരുമാനിച്ചു. അപ്പോൾ രാത്രി ദൈവം ചോദിച്ചു: നീ വിവാഹം കഴിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് വിവാഹത്തിൽ ഒരുങ്ങുന്നു? ഇതൊക്കെ ചിന്തിച്ചു. ഞാനങ്ങനെ ദൈവത്തോട് വിവാഹമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പെട്ടെന്ന് അതിനെ മനസ്സിലേക്ക് ദൈവം ഓർപ്പിച്ചത്, തൻ്റെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. തൻ്റെ ജ്യേഷ്ഠന്മാർ പലരും വീട്ടിലുള്ള അവന് ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നു. മിക്കവാറും ചേട്ടത്തി അനീത്യമാരും എപ്പോഴും വഴക്കാണ്. മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യയും ഇളയ ജ്യേഷ്ഠന്റെ ഭാര്യയൊക്കെ തമ്മിൽ വഴക്കാണ്. മിക്കവാറും വഴക്ക് കേട്ട് ഒരു ദിവസം നാം പറഞ്ഞു, ഇങ്ങനെയാണ്, എനിക്ക് കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തോടെ ഉടമ്പടിയൊന്നും അല്ല. പക്ഷേ താൻ മുതിർന്നവനായി വിവാഹം കഴിക്കാൻ നേരം ദൈവം ഓർപ്പിച്ച്, നീ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഈ പ്രതിഷ്ഠാ ജീവൻ നൽകി വെളിപ്പെടുകയും താൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനായി ശുശ്രൂഷയ്ക്ക് വരികയും ചെയ്യുവാനിടയായത്. ചുരുക്കത്തിൽ കുടുംബത്തിലെ അന്തരീക്ഷം സമാധാനപൂർണ്ണമല്ലെങ്കിൽ മക്കൾ കുടുംബജീവിതത്തെ തന്നെ വെറുക്കുന്നവരായിട്ട് മാറും. അഥവാ ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടെന്നിരിക്കട്ടെ, പൊരുത്തക്കേടുകൾ വരാം. രണ്ട് കുടുംബത്തിൽ ജനിച്ച് വളർന്നതല്ലേ. ഒരാളുടെ സ്വഭാവം എല്ലാം ഒരാൾക്ക് പിടിക്കണമെന്നില്ല, അടുത്തൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും മക്കളുടെ മുൻപാകെ പ്രതികാരം ചെയ്യാനും
പകരം വീട്ടാനും ഒന്നും ശ്രമിക്കരുത്. അത് മക്കളുടെ ഭാവിയെ തട്ടി തകർപ്പണമാക്കുന്നതിനിടയായി തീരും. നിങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതത്തെ കരുതിയെങ്കിലും നിങ്ങൾ മറച്ച് സഹിച്ച് ക്ഷമിച്ച് ജീവിച്ച മതിയാകുകയുള്ളൂ. നിങ്ങളുടെ ജീവിതം അവർക്കൊരു പ്രേരകമായി, ഒരു നല്ല കുടുംബജീവിതത്തെ സ്വപ്നം കാണുവാൻ പ്രേരകമായിട്ട് തീരണം. മക്കൾക്ക് സമയം കൊടുക്കുക. മക്കൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന വിലപ്പെട്ട സമ്മാനം അവരോടുകൂടെ ചെലവഴിക്കുന്നതായ സമയം. കളിപ്പാട്ടം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, വാച്ച് കൊടുക്കാം, ലാപ്ടോപ്പ് കൊടുക്കാം, സ്മാർട്ട് ഫോൺ കൊടുക്കാം. ഇതൊന്നും നിങ്ങൾ അവരോട് കൂടെ ചെലവഴിക്കുന്ന സമയത്തിന് പകരമാകുകയില്ല. യെശയ്യാ പ്രവചനം 49 അധ്യായം 15 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? തന്റെ കുഞ്ഞ്, താൻ പ്രസവിച്ച കുഞ്ഞ് എന്നുള്ളതായ ആ ഒരു ബന്ധം ഒരമ്മയ്ക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ അമ്മ ജോലിക്ക് പോകുവാനായി ഒരു കുഞ്ഞിനെ വിട്ട് യാത്രയാകുമ്പോൾ ആ കുരുന്ന ഹൃദയം വിങ്ങിപ്പൊട്ടും. അത് അവഗണിക്കാൻ പാടില്ല. അങ്ങനെ ചെറുപ്രായത്തിലെ ജോലിക്കും മറ്റുമായി കുഞ്ഞുങ്ങളെ പിരിഞ്ഞ് അമ്മമാർ പോകുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായി പിതാക്കന്മാർ കുഞ്ഞുങ്ങളെ സമയം ചെലവഴിപ്പാൻ ഇല്ലാതെ പോകുമ്പോൾ അവർ വിഷാദ രോഗത്തിന് അടിമപ്പെടും. പിൽക്കാലത്ത് കൗമാരത്തിലും അതിനു മുൻപ് തന്നെ അവർ സ്വഭാവ വൈകൃതങ്ങൾ വെളിപ്പെട്ടു തുടങ്ങും. അങ്ങനെ ചെറുപ്രായത്തിൽ ഏതെങ്കിലും കാരണവശാൽ മക്കളോടുകൂടെ സമയം ചെലവഴിപ്പാൻ കഴിഞ്ഞില്ല, അവർക്ക് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരികിൽ അത് നികത്താവതല്ല. എങ്കിലും പിന്നീടെങ്കിലും നിങ്ങൾ അതിനേറ്റവണ്ണം അവർക്ക് സ്നേഹം അധികമായി കൊടുത്താൽ ഒരുപക്ഷെ പരിഹരിച്ചെടുക്കാം എന്ന് മാത്രം. സ്നേഹിക്കപ്പെടുവാൻ കൊതിക്കുന്ന പ്രായത്തിൽ മക്കളോടുകൂടെ പരമാവധി സമയം ചെലവഴിക്കണം. മക്കളെ കാണുമ്പോൾ അവരുടെ ലോകത്തിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്കൊരു സമൂഹത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി, താൻ IAS ഉദ്യോഗസ്ഥനാണ്, ഒരുപാട് കനത്ത ഭരണഭാരം വഹിച്ചിട്ടുള്ളവന്. താൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ കട്ടളയ്ക്കുള്ളിൽ കടന്നാൽ എൻ്റെ ഓഫീസും എല്ലാം ഞാൻ വിട്ടിട്ടാണ് കിടക്കുന്നത്. അഥവാ എൻ്റെ വീട്ടിനകത്ത് കടന്ന് ഞാൻ തികച്ച ഒരു പിതാവാണ്. ഇത് ചിലർക്ക് ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരാണെന്ന് വരികിൽ വീട്ടിൽ വന്നാലും വീട്ടിൽ ഒരു പോലീസാണ്. വ്യാപാരികൾ വീട്ടിൽ വന്നാൽ അവരും വ്യാപാരികളാണ്. രാഷ്ട്രീയക്കാർ വീട്ടിൽ വന്നാലും രാഷ്ട്രീയക്കാരാണ്. അവർക്ക് വീട്ടിനകത്ത് രാഷ്ട്രീയ കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും ഭരണ കാര്യങ്ങളൊക്കെ സംസാരിക്കാനേ സമയമുള്ളൂ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കൾക്ക് ഇതുകൊണ്ടൊന്ന് പ്രയോജനമുള്ളൂ. നിങ്ങൾ ഏത് ഉദ്യോഗം നോക്കിയാലും ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും വീട്ടിനകത്ത് തികച്ചും 100% ഒരു പിതാവായിരിക്കണം, ഒരു മാതാവായിരിക്കണം. നിങ്ങൾ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അവരുടേതായ ലോകത്തിൽ തന്നെ ആയിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ അവരോടൊപ്പം ഒരു കുട്ടിക്ക് സമാനമാകണമെന്ന് ചുരുക്കം. സ്കൂളിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അവരുടെ ക്ലാസ് ഏതാണ്, ഡിവിഷൻ ഏതാണ്, അവരുടെ ക്ലാസ് ടീച്ചറുടെ പേരെന്താണ്, അവരുടെ കൂട്ടുകാരുടെ പേരെന്തൊക്കെയാണ്, ഇതെല്ലാം മാതാപിതാക്കന്മാർ അറിഞ്ഞിരിക്കണം. കൂടാതെ അവർ സ്കൂൾ വിട്ട് വന്ന് സ്കൂളിലെ വിശേഷങ്ങൾ ഒക്കെ വിവരിക്കുന്നത് നിങ്ങൾ സാഗൂതം കേട്ടിരിക്കണം. ഇതിൽ കേൾക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടെ അങ്ങോട്ട് ചോദ്യമൊക്കെ ചോദിച്ച വിശദാംശങ്ങൾ ഒന്ന് ചോദിക്കാമെങ്കിൽ, അങ്ങനെ ചോദിച്ചവരെ കൊണ്ട് പറയിപ്പിക്കാമെങ്കിൽ വലിയ സന്തോഷമാണ്. അവര് സ്കൂളിൽ നിന്നോ വെളിയിലോ പോയിട്ട് വന്ന ഏതെങ്കിലും കാര്യമോ ഇതൊക്കെ എന്ത് സില്ലി മാറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ അവരിൽ നിന്ന് ലഭിക്കേണ്ടതായ സ്നേഹവും ബന്ധവും നമുക്ക് ലഭിക്കുകയില്ല. അവരിൽ നിന്ന് കേൾക്കുവാൻ ആശയോടെ ജിജ്ഞാസയോടെ ഇരിക്കുകയായിരുന്നു എന്നൊരു തോന്നൽ ഉളവാകണം നിങ്ങളുടെ ആ പ്രതികരണവും സ്വീകരണവും കണ്ടാൽ. എങ്കിൽ മാത്രമേ ഒരമ്മയ്ക്കും അപ്പനും മക്കളുമായുള്ളതായ ബന്ധം ദൃഢമാക്കിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. ആൺപെൺ വ്യത്യാസം ചില കുടുംബങ്ങളിൽ അതങ്ങനെയുണ്ട്. ദൈവത്തിന് അങ്ങനെയില്ല. യെശയ്യാ പ്രവചനം 49 അധ്യായം അതിൻ്റെ 22 വാക്യത്തിൽ വായിക്കുമ്പോൾ, ഒന്നിനെ തോളിലും ഒന്നിനെ മാർവിലും, ആണായാലും പെണ്ണായാലും, അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിൽ അണച്ചും പുത്രിമാരെ തോളിലെടുത്തും. ദൈവത്തിന്റെ ദൂതിന്റെ ആ പ്രയോഗം നോക്കുക. അല്ലാതെ പുത്രന്മാർ മാർവിലണച്ചും പുത്രിയെ വഴി കൂടെ വലിച്ചുകൊണ്ട് പോയെന്നല്ല. പുത്രനെയും പുത്രിയെയും ഒന്നുപോലെ തോളിലും മാർവിലും വഹിക്കുക. ദൈവത്തിന് ആൺപെൺ വ്യത്യാസമില്ല. പുതിയ നിയമത്തിനും കാണുന്നില്ലേ, ക്രിസ്തുവിൽ ഒന്നാകുന്നു, ആണെന്നും പെണ്ണെന്നുമില്ല, യഹൂദനും യവനൊന്നുമില്ല. അങ്ങനെ ഒന്ന് വരികിൽ
മാതാപിതാക്കന്മാർക്കും അതേ മനോഭാവം ഉണ്ടാവണം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പരിശുദ്ധാത്മാവിനെ പകരും, കൃപകൾ പകരും. അവിടെയും ആൺപെൺ വ്യത്യാസമില്ല. 17-18 എന്ന വാക്യങ്ങൾ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും ഞാൻ ആത്മാവിനെ പകരും. ഞാൻ പുത്രനും പ്രവചനം കൊടുക്കും, പുത്രിക്കും പ്രവചനം കൊടുക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അടുത്തത്, എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ എന്റെ ദാസന്മാർക്കും ഞാൻ ആത്മാവിനെ പോകുന്ന പോലെ ദാസിമാർക്കും കൊടുക്കും. അനുഗ്രഹം കൊടുക്കുന്നതിൽ, കൃപകൾ കൊടുക്കുന്നതിൽ ഒന്നും ദൈവത്തിന് ആൺപെൺ വ്യത്യാസമില്ല. അങ്ങനെയെങ്കിൽ മാതാപിതാക്കന്മാരും മക്കളെ ആൺപെൺ വ്യത്യാസം വരുത്തരുത്. ആൺമക്കളോട് കാണിക്കുന്ന സോഫ്റ്റ്നെസ് ചിലർ പെൺമക്കളോട് കാണിക്കത്തില്ല. തിരിച്ചുള്ളവരുണ്ട്. പെൺമക്കളോടാണ് സ്നേഹം, ആ മക്കളെ അത്ര ഗമിക്കാത്ത ആളുകളും അങ്ങനെയുള്ളവരും എനിക്കറിയാം. ആൺകുട്ടി ചെയ്ത തെറ്റിന് പെൺകുട്ടിയെ ശിക്ഷിക്കുന്നതോടെ ഒരു പ്രവണതയുണ്ട്. ഇങ്ങനെയുള്ളതായ വിവേചനം, ആൺപെൺ വ്യത്യാസം വളരെ കനത്ത ആഘാതമാണ് മക്കളുടെ ഹൃദയത്തെ സൃഷ്ടിക്കുന്നത്. ആണിനെയാണ് പ്രതീക്ഷിച്ച് ജനിച്ചത് പെണ്ണായി പോയെന്നും കൂടെ തുറന്നു പറയും ചിലർക്ക് മടിയില്ല. എന്ത് ചെയ്യാനാ? രണ്ടാമത്തതും മൂന്നാമത്തതും ഒരു ആണായിരിക്കും എന്ന് വിചാരിച്ചു, മൂന്നാമത് ജനിച്ചതും പെണ്ണായി. ഇത് കേൾക്കുന്ന നിങ്ങളുടെ കുട്ടി നിങ്ങളെങ്ങനെ സ്നേഹിക്കും? ആ കുട്ടിയുടെ ഹൃദയത്തിലിരുന്ന വേദനയും അപകർഷതാബോധവും എത്ര വലുതായിരിക്കും? തുല്യ പ്രാധാന്യവും സ്നേഹവും കൊടുക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തണം. പെൺകുട്ടിയുടെ ജനനം ഒഴിവാക്കുന്ന പാതകം ഇന്നും ഈ ആധുനിക കാലത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളെ വേണ്ട പോലും. ഈ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ജനിക്കും മുൻപ് കൊല്ലപ്പെട്ട പെൺശിശുക്കളുടെ എണ്ണം 1 കോടിയാണ്. 20 വർഷത്തിനുള്ളിൽ പെൺകുഞ്ഞാണ് ജനിക്കുന്നതെന്ന് അറിഞ്ഞ 1 കോടി ഭ്രൂണഹത്യ നടത്തിയിട്ടുണ്ടെന്ന്. എത്രയോ ശ്രേഷ്ഠ വനിതകളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇന്ദിരാഗാന്ധി, ഝാൻസി റാണി, പണ്ഡിറ്റ് രമാഭായി, കിരൺ ബേദി, ഇങ്ങനെയുള്ളതായ ഭാരതത്തിലെ വീരാംഗനമാരായ സ്ത്രീകളെ നമുക്കറിയാം. ഈ കൊല്ലപ്പെട്ട കുട്ടികൾ ഇങ്ങനെയുള്ള എത്രയോ പേരുണ്ടായിരുന്നിരിക്കും. അതാരും ചിന്തിക്കുന്നില്ല. ഇതാണ് ഇന്നും ആധുനിക ലോകത്തിലും നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ശാപം. നമുക്കങ്ങനെ അരുത്. ആൺപെൺ വ്യത്യാസം അരുത്. മൂത്ത മക്കളെ ഇളയ മക്കളെന്ന വ്യത്യാസം അരുത്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യാക്കോബൻ അങ്ങനെ ഒരു തെറ്റുപറ്റിയതായി കാണുന്നുണ്ട്. ഉൽപ്പത്തി 37-ന്റെ 3-4 എന്ന വാക്യങ്ങൾ. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകുകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. വാർദ്ധക്യത്തിൽ ജനിച്ച മകനാകൊണ്ട് മുമ്പ് ജനിച്ചതായ എല്ലാ മക്കളെക്കാളും ജോസഫിനെ അധികം സ്നേഹിച്ചു. അവനൊരു പ്രത്യേക അങ്കിയും ഉണ്ടാക്കി കൊടുത്തു. അവനൊരു നിലയങ്കി അവൻ ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും ജോസഫിനെ അധികം സ്നേഹിക്കുന്നത് കണ്ട അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. ആരാണ് ഇവിടുത്തെ പ്രതി? ബൈബിൾ പ്രസംഗിക്കുന്നവരൊക്കെ ജോസഫിന് വന്നതായ പ്രയാസങ്ങൾ സഹോദരന്മാർ ചെയ്തത്, പിന്നെ അവന് നന്ദിയായി തീരുന്നൊക്കെ പ്രസംഗിക്കും. എന്നാൽ ഈ ഘടകം ശ്രദ്ധിക്കണം. ഇതിനെല്ലാം കാരണക്കാരൻ അപ്പന. ആ ഇളയ മകന് ചില കാര്യങ്ങൾ നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ മറ്റുള്ളവരുടെ മുൻപാകെ ആ മകനെ അധികം സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. അത് ഒരു മാതാപിതാക്കന്മാർ മുഖപക്ഷമുള്ളവരായിരിക്കാൻ പാടില്ല. മൂത്തവരെയും ഇളയവരെയും ഒന്നുപോലെ സ്നേഹിക്കണം. ഇളയ കുട്ടിയെ അധികം കരുതിയാൽ മൂത്ത കുട്ടിയിൽ ഇളയ കുട്ടിയോട് അസൂയയും സങ്കടവും നിരാശയും ഉണ്ടാകും. ചിലര് ഇളയ കുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്യും. കാരണം അതുവരെ അവർക്ക് മാത്രം കിട്ടിയിരുന്ന സ്നേഹം മറ്റൊരാളുമായി പങ്കിടുന്നത് അവരെ പകയിലേക്ക് നയിക്കും. ഫ്രോയിഡ് എന്നു പേരുള്ള ഒരു തത്വജ്ഞാനി ഈ പ്രതിഭാസത്തെ വിളിച്ചിരുന്ന കയ്യിൻ കോംപ്ലക്സ് ആണ്. നമുക്കറിയാമല്ലോ, കയ്യിനും ഹാബേലും. ഹാബേലിനുള്ളതായ അസൂയ മൂത്താണ് ഹാബേലിനെ കൊന്നത്. കയ്യിൻ കോംപ്ലക്സാണ് വിളിച്ചിരിക്കുന്നത്. ഇളയവരോളം മൂത്തവർക്ക് വരുന്നതായ അസൂയയും പകയും. അതുപോലെ കുടുംബത്തിൽ മക്കളെ ഭാര്യഭർത്താക്കന്മാർ വീതം വയ്ക്കരുത്. ചിലർ പറയും അവൻ നിന്നെ പോലെയാ. ഭാര്യ പറയും അവള് നിങ്ങളെ തനി പകർത്താം. അതെന്തെങ്കിലും വിഷയത്തോടെ ബന്ധപ്പെട്ടായിരിക്കും. ഇന്ന് മനുഷ്യർക്കുള്ളതായ ഒരു വലിയ തെറ്റാണ്. നിങ്ങൾ ദൈവീകതൊരു വീട്ടിൽ ചെന്ന് അവിടുത്തെ മക്കളെ കണ്ടിട്ട് തരം തിരിച്ച് പറയരുത്. ഇവള് അപ്പനെ പോലെ തന്നെയാണ്, ഇവൻ
ആ മൂക്ക് അമ്മയെ പോലെ തന്നെ ഇരിക്കുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ്. അവിടെ നിങ്ങൾ വേർതിരിക്കുകയാണ്. ഒരുത്തൻ അമ്മയുടെയും ഒരുത്തി അപ്പൻ്റെയും. അപ്പൊ അവർക്ക് തമ്മിൽ ഞങ്ങൾ ഒന്നെന്നുള്ള ചിന്തയേക്കാൾ ഞങ്ങൾ വ്യത്യസ്തമാണ് ചിന്ത. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്നാൽ സമാനതകൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. അമ്മ കറുപ്പാണ്, അപ്പൻ വെളുപ്പാണ്. ഒരു കുട്ടി കറുത്തിരുന്നേക്കാം, എന്നാൽ അപ്പോൾ തന്നെ പറയണം കറുപ്പിൽ അമ്മയുടെ നിറമാണ്, പക്ഷേ മുടിയൊക്കെ അപ്പൻ്റെ മുടിയാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? പറ്റും. അതുപോലെ മുഖച്ഛായൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പനെ പോലെ ഇരിക്കുന്നു, ചിരിയും പെരുമാറ്റം അമ്മയെ പോലെ. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കുട്ടിയിൽ അപ്പയുടെയും അമ്മയുടെയും തനതായ സവിശേഷതകളെ കണ്ടെത്താൻ കഴിയും. ഇതിനെ ഒന്നും സൂക്ഷ്മമായി നോക്കുകയോ പറയുകയോ ചെയ്യാതെ ഒറ്റ നോട്ടത്തിൽ ഒന്ന് അപ്പൻ്റെ ഒന്ന് അമ്മയുടെ എന്ന നാട്ടുകാരും കൂടെ വെട്ടിപ്പിളർക്കാന്ന് ഒരിക്കലും നിങ്ങൾ വീട്ടിലത് അനുവദിക്കരുത്. പിന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ട് പോട്ടെ, നമുക്ക് പരിഹരിക്കാം. അപ്പനും അമ്മയും ഒരിക്കലും പറയാൻ പാടില്ല. എല്ലാ കുട്ടിയിലും മാതാപിതാക്കന്മാരുടെ അംശം കണ്ടെത്താൻ കഴിയണം. മറ്റു ചിലർ നല്ല കാര്യം ചെയ്യുമ്പോൾ പറയും, നോക്കടി അവൻ എൻ്റെ മോനാ, കണ്ടോ. എന്നാ മോശം ചെയ്യുമ്പോഴോ നിന്റെ മോളല്ലേ, ചുമ്മാതാണോ ഇങ്ങനെ. നല്ല കാര്യമെല്ലാം എൻ്റേതും മോശമെല്ലാം നിൻ്റേതും. ഈ മക്കൾക്ക് എങ്ങനെ നല്ല വ്യക്തിത്വത്തിലേക്ക് വളരാൻ കഴിയും? ഒരിക്കലും രൂപത്തിലോ നിറത്തിലോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ പ്രവൃത്തിയിലോ നിങ്ങളുടെ മക്കളെ രണ്ടോ ഇന്ന് തിരിക്കരുത്. അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ളതായ ആ വാക്കുകൾ, ഇങ്ങനെയുള്ള ഡയലോഗുകൾ അവരെ തമ്മിൽ ഭിന്നിപ്പിക്കുക മാത്രമല്ല അവരുടെ വ്യക്തിത്വത്തിന് ഒരു തടസ്സമായി തീരുകയാണ്. ഒരപ്പൻ ഒരു മകനെ ശിക്ഷിച്ചാൽ ഉടനെ അമ്മ എന്ന് പോട്ടെ, ആ മനുഷ്യൻ ഒരു കരുണയില്ലാതെ കൊച്ചിനെ അടിച്ചങ്ങ് പൊട്ടിച്ചു, അത്ര മതി, അടിച്ചതും പൊട്ടിച്ചതെല്ലാം വെറുതെ ആയിപ്പോയി. മക്കളെ ആശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുന്നതിന് അതിൻ്റെതായ ചില വഴികൾ. അപ്പൻ കുട്ടിയെ അടിച്ചു, അത് നന്നായി കരയുന്നു, കരഞ്ഞോട്ടെ. ഇച്ചിരി ക്രമത്തിന് അധികം കരയുന്നെങ്കിൽ ചിലപ്പോൾ ആശ്വാസമുണ്ട്. ചില കുട്ടികൾ അധികം കരഞ്ഞാൽ അവിടെ വിളിച്ചു വരുന്നതായ രീതിയൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ അതെങ്ങനെ പറയണം? പപ്പ അടിച്ചല്ലേ, ആ പപ്പ കഷ്ടപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയല്ലേ, തെറ്റ് ചെയ്തിട്ടല്ലേ ശിക്ഷിച്ചത്, സ്നേഹമില്ലാത്തതുകൊണ്ടല്ലോ, അതുകൊണ്ട് മേലാൽ അത് സൂക്ഷിച്ചാൽ മതി എന്ന അങ്ങനെ ഒരു ആശ്വാസം പറയാം. അമ്മ ശാസിച്ചാൽ അപ്പന്മാരൊന്ന് എന്തുവാടി എപ്പോഴും അല്ലെ, ഇടി എന്നുള്ള വാക്ക് തന്നെയും തെറ്റിപ്പോയി, അവിടെ തന്നെ തെറ്റി. അമ്മ മക്കളെ ശാസിച്ചാൽ അപ്പൻ ഒരിക്കലും അമ്മ ചെയ്തതിന് എതിര് നിൽക്കാനായിട്ട് പാടില്ല. കുട്ടിയെ ആശ്വസിപ്പിക്കണം നിർബന്ധമുണ്ടോ എങ്കിൽ അതിനുള്ള വാചകം പറയുന്നു, അമ്മ രാപകൾ അധ്വാനിക്ക് നിങ്ങൾക്ക് വേണ്ടിയല്ലേ, ഇത്ര കരുതുന്ന വേറൊരു അമ്മ ഈ ഭൂമിയിൽ എങ്ങും കാണത്തില്ല. അങ്ങനെയൊക്കെ തീർത്തങ്ങ് പറഞ്ഞേക്കണം. ഇങ്ങനെ രണ്ടുപേരും ഒരുപോലെ ശാസിക്കരുത്. ഒരാൾ ശാസിക്കും, മറ്റേയാൾ മൗനമായിരിക്കണം, സൈഡ് പിടിക്കുകയും ചെയ്യരുത്. മക്കളെ വളർത്തുമ്പോൾ തമ്മിലൊരു തരംതിരിവ് ഉണ്ടാകാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ടത്. മക്കളുടെ ആരോഗ്യകരമായ മാനസിക അവസ്ഥയ്ക്ക് ആരോഗ്യകരമായ ബന്ധങ്ങളാണ് ആവശ്യം. ആരോഗ്യകരമായ കുടുംബത്തിൽ വളരുന്ന മക്കളുടെ മനസ്സ് നല്ല ആരോഗ്യകരമായിരിക്കും. ജീവിതത്തിന്റെ ബാലപാഠം കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചുറ്റുപാടുകളിൽ നിന്നുള്ള അനുഭവങ്ങൾക്കേറ്റ വിധം സാമൂഹികവും ബൗദ്ധികമായ വികാസം കുഞ്ഞുങ്ങളിൽ വർദ്ധിക്കാം, മുരടിച്ചും പോകാം. കുടുംബത്തിലെ അന്തരീക്ഷത്തിനേറ്റ നിലയിലാണ് ഉണ്ടാകുന്നത്. 5 വയസ്സിന് മുൻപ് സ്വഭാവ രൂപീകരണത്തിന്റെ 90% പിന്നിട്ടിരിക്കുന്നു. വീണ്ടും പറയുന്നു, ഒരു കുട്ടിയുടെ 5 വയസ്സിന് മുൻപ് ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന്റെ 90% തീരുവന്നു. അതിനർത്ഥം എന്താ? ഒരു കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനം 5 വയസ്സിന് മുൻപെന്നാണ്. പക്ഷേ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന 10, 15, 20 ആയി കഴിഞ്ഞാൽ 20 വൃത്തക്കേട് കാണിക്കുമ്പോഴാണ് എൻ്റെ മോനെന്താണ് ഇങ്ങനെയായത്, എൻ്റെ മോളത് ഇങ്ങനെ പെരുമാറി ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, അടിത്തറ ഇടുന്നത്, സ്വഭാവത്തിന് അടിത്തറ ഏറ്റവും പ്രധാനമായി 5 വയസ്സിന് മുൻപ്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടേ കാലം ഇക്കാലം നമ്മളില്ല, ഇത് ഈ ജനറേഷനാണ്. പണ്ട് 6 വയസ്സുള്ള കുട്ടിക്ക് അറിയാവുന്ന അറിവ് ഇന്ന് 2 വയസ്സുള്ള കുട്ടിക്കും കാണും. പണ്ട് 10, 12 വയസ്സുള്ള കുട്ടികളുടെ അറിയുന്ന 5 വയസ്സുള്ള കുട്ടിക്കുണ്ട്. 18 വയസ്സുള്ള പണ്ടത്തെ അറിവുന്നവർ 10 വയസ്സോ 15 വയസ്സോ കുട്ടിയോട് ചോദിച്ചാൽ അറിയും. അത്ര ഫാസ്റ്റ് ഗ്രോത്ത് ആണ് ഉള്ളത് അറിവില്. അവരുടെ ബുദ്ധി സാമർഥ്യത്തിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നന്നേ ചെറുപ്പത്തിൽ തന്നെ അവർ സ്വഭാവത്തെ രൂപീകരിക്കുന്ന കാര്യത്തിൽ അതീവ ഗൗരവത്തോടെ ഇടപെടേണ്ടത് ആവശ്യമാണ്.
സ്വഭാവരൂപകരണത്തിന്റെ 90% 5 വർഷത്തിനുള്ളിൽ നടക്കുന്നതിൽ ഈ 5 വയസ്സ് വരെ കണ്ടതും കേട്ടതും അതേവിടെ ഇവർ ആവർത്തിക്കുന്നുള്ള കാര്യം മറന്നു കളയരുത്. 4-5 വയസ്സ് വരെ കാണുന്നത് കേൾക്കുന്നതെല്ലാം പിന്നീട് അതുപോലെ ഏത് ദിശയിൽ ആവർത്തിക്കും. കോൺക്രീറ്റ് തിങ്കിങ്ങിനാണ് എന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്നതായ വിധം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹപ്രകടനം, രാവിലെയുമായിട്ടുള്ളതായ പ്രാർത്ഥന, ഇങ്ങനെ വീട്ടിലെ എല്ലാം കണ്ട് 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 മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. ഒടുവിൽ ഇതെല്ലാം പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ മാതൃക കാട്ടണം. ചിലർ TV കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്നാൽ ആര് വന്നാൽ എഴുന്നേൽക്കത്തുമില്ല, കണ്ടമട്ട് കാണിക്കുകയും. മുതിർന്നവർ വന്നാൽ എഴുന്നേൽക്കുക. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. അവിടെ നിങ്ങൾ എഴുന്നേറ്റെങ്കിൽ മാത്രമേ അവരും എഴുന്നേറ്റ് പഠിക്കുകയുള്ളൂ. പണ്ടൊക്കെ അങ്ങനെ നമ്മുടെ നാട്ടിൽ പ്രായമുള്ളവർ ഈ മറികടന്ന് പോയാൽ തൊട്ടിങ്ങനെ വന്നിച്ചു അല്ലെങ്കിൽ ചോദിച്ചു. എന്തിനാ? അത് പണ്ടേ ഉള്ള ശീലം. ഇന്ന് ഏതെങ്കിലും കുട്ടികൾ ചെയ്യൂ. തട്ടി മറിച്ചിട്ടിട്ട് പോയാൽ പോലും അവനെ നോക്കണ്ട. കാലിനെ മറികടക്കുമ്പോൾ പോലും ഒന്ന് തൊട്ട് വന്നിക്കുക. അതൊരു നമസ്കാരമോ ദൈവത്തെ കാണുമ്പോഴൊന്നും അല്ല. അതെല്ലാം ബഹുമാനത്തിന്റെ ഒരു പ്രകടനമാണ്. ശരീരത്തെ മുട്ടിയാൽ തട്ടിയാൽ സോറി എന്ന് പറയണം. നമ്മൾ കുഞ്ഞുങ്ങളെ പറയാൻ പഠിപ്പിക്കുകയും ഗുരുക്കന്മാർ, ശുശ്രൂഷകർ ഇവരെ നമ്മളെ മാനിച്ച മാതൃക കാണിക്കണം. ഉപനിഷത്തിലെ ഒരു സംസ്കൃത ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാതൃദേവ ഭവ, പിതൃദേവ ഭവ, ആചാര്യദേവ ഭവ, അതിഥിദേവ ഭവ. അർത്ഥം ഇങ്ങനെയാണ്: മാതാപിതാക്കന്മാർ, ഗുരുക്കൾ, അതിഥികൾ ഇവരെ ദൈവത്തെ പോലെ കാണണമെന്ന്. ഇതാണ് ഭാരതത്തിലുള്ള ഒരു നല്ല പാരമ്പര്യം. ഇത് നമ്മൾ മക്കളെയും പഠിപ്പിക്കണം. മറ്റുള്ളവരെ നാം ബഹുമാനിച്ച് കാണിക്കുമ്പോൾ ബഹുമാനിക്കാൻ നമ്മളെ അഭ്യസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലുമോ മുതിർന്നവരോ മക്കളെ ഒന്ന് ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തെന്നിരിക്കട്ടെ. ആഹാ, സാറ് നിന്നെ അടിച്ചോ? ഇപ്പൊ തന്നെ ചോദിച്ചിട്ടേ ഉള്ളൂ. സൺഡേ സ്കൂൾ അധ്യാപകൻ അങ്ങനെ തന്നെ വഴക്ക് പറഞ്ഞോ? ഇനി ഇപ്പൊ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഒരുപക്ഷെ അവരൊരു അന്യായമാണ് ചെയ്തെന്നിരിക്കട്ടെ, അവർ ചെയ്ത ഒരു തെറ്റിദ്ധാരണയാണെന്ന് വരികിൽ മക്കൾ കേൾക്കെ ഞാൻ ചോദിച്ചേക്കാം, പപ്പ ചോദിച്ചേക്കാം എന്ന് പറയരുത്. നിങ്ങൾ നേരിട്ട് ആ വ്യക്തിയെ കണ്ട് മക്കൾ അറിയാതെ കാര്യം പറഞ്ഞ് ക്രമീകരിക്കണം. നിങ്ങൾ മക്കളോട് ഇങ്ങനെ പറഞ്ഞൊന്നും ചെയ്തെന്ന് പറഞ്ഞു, പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ അവർക്ക് ബോധ്യം. അവർ പറയും ഞാനത് അറിഞ്ഞില്ല, അങ്ങനെയാണ് പെരുമാറിയത്. ഇല്ല, അവർ ചെയ്തൊരു അന്യായമാണെന്ന് വരികിൽ എൻ്റെ കുഞ്ഞിനോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇനിയെങ്കിലും ഇങ്ങനൊരു കാര്യം ഉണ്ടാകരുത് എന്ന് നേരിടും. പക്ഷേ ഇത് ചോദിക്കാൻ പോയതൊന്നും മക്കൾ അറിയരുത്. മക്കൾ അറിഞ്ഞാൽ അവർക്ക് അവരോടുള്ളതായ ബഹുമാനം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവർ അറിയാതെ വേണം നാം കാര്യങ്ങൾ പറഞ്ഞ് ക്രമീകരിക്കുവാൻ. പൊസസീവ്നെസ്. എൻ്റെ മക്കൾ എന്നെ മാത്രം സ്നേഹിക്കണം. ചില വീട്ടിൽ തന്നെയുണ്ട് അമ്മയെ മാത്രം സ്നേഹിക്കണമെന്ന് പറഞ്ഞ് മക്കളെ വളർത്തുന്നവർ. അപ്പനെ മാത്രം സ്നേഹിക്കണം, അമ്മയെ സ്നേഹിച്ചില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വളർത്തുന്നവർ. അപ്പനെ അമ്മേനെ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും സ്നേഹിച്ച് വളർത്തണം. അഥവാ അങ്ങനെ സ്നേഹിക്കത്തക്കണം അവരെ വളർത്തണം. മാതാപിതാക്കന്മാരെ കൂടാതെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഇവരെല്ലാവരും ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും അവർക്ക് സഹായം ചെയ്യാനും നമ്മൾ ശീലിപ്പിക്കണം. ചില വീടുകളിൽ അപ്പൻ്റെ അപ്പനാണെന്ന് വരികിൽ ആ അപ്പനമ്മയ്ക്ക് ഒരു സഹായം ചെയ്യുവാൻ മക്കളെ ശീലിപ്പിക്കുന്നില്ല, ചില അനുവദിക്കുന്നതുമില്ല. അമ്മയുടെ അമ്മയും അപ്പൻ ആ വീട്ടിലുണ്ടെന്ന് വരികിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൊച്ചുകുട്ടികൾ ഒരു സഹായം ചെയ്യാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ അവരെ അങ്ങനെ അഭ്യസിപ്പിച്ചെങ്കിൽ മാത്രമേ അവരുടെ വ്യക്തിത്വം പൂർണ്ണമായി തീരുകയുള്ളൂ. അതുപോലെയാണ് പങ്കുവയ്ക്കാനും നമ്മൾ ശീലിപ്പിക്കണം. ഒരു കുടുംബം വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ 2-3 മക്കളും പേരൻസാണ് വരുന്ന വരികിൽ ഒരു 5 മിഠായി എടുത്ത് ഇളയവനോട്ട് കൊടുക്കും. ആദ്യം 1 കൊടുത്തിട്ട് പറയും ഇത് ചേട്ടനോട് കൊടുത്തിട്ട് വരുമെന്ന് അറിയണമല്ലോ, ഇത് ചേച്ചിക്കോട്, മറ്റേത് ബാബയ്ക്കും കൂടെ. അവൻ്റെ കൈ കൊണ്ട് അതിനെ കൊടുപ്പിക്കുക. അപ്പം അവന് കൊടുക്കാൻ ബാക്കിയോട് ഇത് പപ്പായ്ക്കോടും ഇത് മോനം കൊടുത്തു. ശരിയായില്ലേ? പങ്കുവയ്ക്കുവാനായിട്ട് കൊടുക്കുവാനായിട്ട് നമ്മൾ ശീലിപ്പിക്കണം. കയ്യിലിരിക്കുന്നത് ചോദിച്ചു വാങ്ങുന്ന ആളുകളുണ്ട്. ചില വീടുകൾ ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു മിഠായി ഇരിക്കുന്നു. മോനെ മിഠായി എനിക്ക് തരാമോ? ഓ, സന്തോഷത്തോടെ തരും. മേടിച്ചു കഴിഞ്ഞാൽ ഓ എനിക്ക് വേണ്ട, മോൻ തന്നെ അങ്ങ് തിന്നോ. കുഴപ്പമല്ലോ ഉണ്ടോ? നിങ്ങൾ വിചാരിക്കും കുഴപ്പമില്ലെന്ന്, മഹാകുഴപ്പമാണ്. അങ്ങനെ നിങ്ങൾ കൊടുക്കാതെ ആ സാധനം അപ്പോൾ തന്നെ മാറ്റിവെക്കുക. ആ കുട്ടിക്ക് നിങ്ങൾ ഉടനെ കൊടുത്താൽ
ഉണ്ടാകുന്ന കുഴപ്പം, ഒന്ന്, കൊടുത്താൽ എനിക്ക് കിട്ടുമെന്നൊരു ചിന്ത കുട്ടിയുടെ മനസ്സിൽ വരും. അതിൽ വലിയ ദോഷമില്ലായിരിക്കാം. കുറച്ചുകൂടി വരുമ്പോൾ കൊടുത്താൽ കിട്ടിയിരിക്കണം എന്ന നിലയിലേക്ക് ദുരാശ ഉണ്ടാകുന്നില്ലായിത്തീരും. മക്കൾ 3 പേർക്കും ഓരോ കാറ് മേടിച്ചുകൊണ്ട് വരരുത്. 3 പേർക്കും കാർ ഇഷ്ടമാണ്. എന്നാൽ ഒരുത്തിന് കാറ് മേടിക്കണം, കളിപ്പാട്ടത്തിൻ്റെ കാര്യം പറയുന്നു, ഒരുത്തിന് മോട്ടോർ ബൈക്ക് മേടിക്കണം, ഒരുത്തിന് പ്ലെയിൻ മേടിക്കണം. ഇത് 3 പേർക്ക് ഇഷ്ടമാണെന്നൊരു 3 പേരും വീതിച്ച് പഠിക്കണം. 3 പേർക്കും കാർ കൊടുക്കണം. എൻ്റെ കാർ കണ്ടോടാ, നിന്റെ കാർ കണ്ടോടാ എന്ന് പറയാനിടയാകരുത്. അപ്പോൾ അവർ അന്യോന്യം കൊടുക്കും. അങ്ങനെ ഒരു കളിപ്പാട്ടം പോലും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കരുത്. ഒരുവൻ കാർ കൊണ്ട് കളിക്കുകയും മറ്റും നോക്കിയിരിക്കും. അവൻ കളിച്ചതിന് ശേഷം അവന് കൊടുക്കും. അപ്പം ഞാൻ കാർ കളിച്ച് തീർന്നിട്ട് അങ്ങോട്ട് തരാം, നിന്റെ പ്ലെയിൻ ഇങ്ങോട്ട് തന്നേക്കണം. അപ്പോൾ ഇങ്ങോട്ട് ഈ പ്ലെയിൻ കളിച്ച് തീരുന്നവരെ മറ്റോ നോക്കിയിരിക്കുകയാണ്. അവനത് കൊടുത്തിട്ട് ലോറി തിരിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു വീട്ടിൽ ഒന്നിധികം മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് തന്നെ കൊടുക്കരുത്, വെവ്വേറെ കൊടുക്കണം. അപ്പോൾ അവർ അന്യോന്യം പങ്കിടാനായിട്ട് അവർ പഠിക്കും. 2 പേർക്കും അങ്ങനെ കളിപ്പാട്ടങ്ങൾ പോലും കൊടുത്ത് ശീലിപ്പിച്ചാൽ അവർക്ക് സഹകരണബോധം കുറയും, സ്വാർത്ഥത വർദ്ധിക്കുന്നതിനിടയായി തീരും. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം, ഇതെല്ലാം അവരുടെ ഓരോ സ്വഭാവം ഉരുവാക്കിയെടുക്കുകയാണെന്നുള്ളത് നാം ചിന്തിക്കുന്നില്ല. നല്ല ശീലം പ്രകടിപ്പിക്കുമ്പോൾ അഭിനന്ദിക്കുകയും വേണം. മിടുക്കൻ, മിടുക്കി, കൊള്ളാം എന്നൊക്കെ നല്ല ചിരിയോടെ ഉറക്കെ പറയണം, പയ്യല്ല പറയണം. അത് പറയുമ്പോൾ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നാളെ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള ചിന്ത അവരിലുണ്ടാകും. കൺഗ്രാജുലേഷൻസ്, ഫൈൻ, വെരി ഗുഡ്, ഈ പദങ്ങളൊക്കെ നമ്മൾ സന്ദർഭത്തിനൊത്ത് അവരോട് പറഞ്ഞു നോക്കൂ. ഈ വാക്കുകളെല്ലാം സ്വാധീനശക്തി വളരെ വലുതാണ്. ഒരു കുട്ടി ഒരു കാര്യം ഫൈൻ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് വലിയ സ്വാധീനമായി. ആ കുട്ടി അതുപോലെ നാളെ ഓർത്തിരുന്ന വ്യത്യാസമില്ലാതായിട്ട് ചെയ്യും. വഴക്ക് പറഞ്ഞും അടി കൊടുത്തും ഒന്നും കുളിപ്പിക്കരുത്. അങ്ങനെ കുളിപ്പിക്കേണ്ടതല്ല. കുളി ഒരു ആസ്വാദനമാക്കി മാറ്റണം. അതാണ്. തല്ലിക്കരയിപ്പിച്ച് ഉറക്കരുത്. അങ്ങനെ ഉറക്കിയാൽ സ്വപ്നത്തിൽ ദുസ്വപ്നങ്ങൾ കാണും, അവർക്ക് ഞെട്ടലുണ്ടാകും. അവരുടെ മനസ്സിന്റെ അവസ്ഥയ്ക്കനുസരിച്ചാണ് സ്വപ്നങ്ങൾ കാണുന്നത്. ശിക്ഷിച്ചും നിർബന്ധിച്ചൊന്നും പ്രാർത്ഥിപ്പിക്കരുത്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് കൃത്യമായിട്ട് പ്രാർത്ഥന വീട്ടിൽ നടത്തിയെന്നാവായിരുന്നു. വായിച്ചാട്ടെ. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് തെളിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്തു. അവരെ കൊണ്ട് ഹോമയാഗം കഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനല്ല, അവൻ കഴിച്ചു. അപ്പനും അമ്മയും യാഗം കഴിക്കുകയാണ് വേണ്ടത്, കഴിപ്പിക്കുകയല്ല. കഴിക്കുമ്പോൾ മകളും യാഗം കഴിക്കാനായിട്ട് പഠിച്ചോളൂ. പ്രധാന ഒരു ചോദ്യമാണ്. ആദാമിന് ഹവ്വയ്ക്കും ഹാബലും കയീനും ഉണ്ടായി. എന്നാൽ ദൈവത്തിന് പ്രസാദകരമായ വഴിപാട് കൊടുക്കുവാൻ ഹാബേലിന് കഴിഞ്ഞു, കയീന് കഴിഞ്ഞില്ല. എന്നാൽ കയീനാണ് മൂത്തത്, എന്നിട്ടും കഴിഞ്ഞില്ല. ഇങ്ങനെ ദൈവത്തിന് യാഗം അർപ്പിക്കണമെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി? ഒരു തർക്കവുമില്ല. അവളുടെ മാതാപിതാക്കന്മാർ കാണിച്ചു കൊടുത്തത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ അന്ന് വേറൊന്നും, എന്നാൽ ചർച്ചില്ലല്ലോ, പാസ്റ്റേഴ്സ് ഇല്ലല്ലോ, ബൈബിളില്ലല്ലോ. അപ്പോൾ പ്രാർത്ഥനയ്ക്കായി നിർബന്ധിക്കുകയല്ല, പ്രാർത്ഥന ഒരു മാതൃകയായിട്ട് തീരുമ്പോൾ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ചല്ല പ്രാർത്ഥിപ്പിക്കേണ്ടത്, അവർ തന്നെയെ പ്രാർത്ഥനയ്ക്ക് കൃത്യമായൊരു നേരവും പ്രത്യേകമായ സ്ഥലമുണ്ടെങ്കിൽ കുട്ടികൾ സ്വയമായി പ്രാർത്ഥനയിൽ പങ്കാളികളായിക്കൊള്ളും. ഇന്നത്തെ നിലയിൽ എപ്പോഴെങ്കിലും വന്ന് എങ്ങനെയെങ്കിലും ഒരു പ്രാർത്ഥന, വല്ല നിവൃത്തിയുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് സമയം കൃത്യമായിരിക്കണം. കുട്ടികൾക്ക് പറയണം 7:30 ഇവിടെ സന്ധ്യപ്രാർത്ഥനയാണ്. അത് ക്ലോക്ക് കറക്റ്റ് ആകുമ്പോൾ എന്ത് ജോലി മാറ്റിവെച്ച് അവിടെ തുടങ്ങുന്നു വരികയും 7:30 തന്നെ അവിടെ പ്രാർത്ഥിക്കാൻ സമയമായി. പ്രാർത്ഥിക്കാൻ കൃത്യമായ സ്ഥലവും വേണം. അപ്പോഴത് ഒന്നുകൂടെ ഓർക്കുന്നത്. ആ സ്ഥലത്ത് അങ്ങനെ ഒരു ശീലമായി കഴിയുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു മാറ്റം പിന്നീട് വരികയില്ല. പള്ളിയിലേക്ക്, ആരാധനത്തിലേക്ക് കുട്ടികളെ വലിച്ചെറിച്ചുകൊണ്ട് പോകാൻ ഇടയാകാതെ അവർക്കതൊരു സന്തോഷകരമാക്കി തീർക്കണം. സൺഡേ സ്കൂളിലും നഴ്സറി സ്കൂളിലും പോകുവാനായിട്ട് കൊതി തോന്നത്തക്ക പ്രേരണ നൽകണം. അതാണ് നഴ്സറി സ്കൂളിൽ പോകാൻ വേണ്ടി കാത്തുകാത്തിരുന്ന് അതിനുവേണ്ടി കൊതിക്കത്തക്ക നിലയിൽ മനസ്സിന് നേരത്തെ ഒരുക്കിയെടുക്കണം. സൺഡേ സ്കൂളിലും അടിച്ചും പിടിച്ചും വലിച്ചഴിച്ചുകൊണ്ട് ആക്കുകയല്ല, എന്നെനിക്ക് സൺഡേ സ്കൂളിൽ പോകാൻ പറ്റും എന്ന്
അവർക്ക് കൊതി തോന്നത്തക്കതായ ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുടെ പ്രോഗ്രാം എനിക്ക് ലക്ഷ്യം അതാണ്. മുതിർന്ന കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടുന്നു, പ്രസംഗങ്ങൾ പറയുന്നു, സമ്മാനങ്ങൾ വാങ്ങുന്നു, ഇതെല്ലാം കണ്ടു കൊച്ചുകുട്ടികളുടെ ഉള്ളത്തിൽ അപ്പോഴേ പറഞ്ഞുകൊണ്ട് കണ്ടോ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടാണ്, എല്ലാ ആഴ്ചയിലും പോയിട്ടാണ് കിട്ടിയത്. അപ്പം അങ്ങനെ എന്നെ പെടണം, കഴിയട്ടെ വരട്ടെ, കൊച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. അപ്പം ഇങ്ങനെ അവരെ പ്രലോഭിപ്പിച്ച് സൺഡേ സ്കൂളിൽ പോകണം, പോയാൽ ആ ഗുണമുണ്ട്, ഈ നന്ദിയുണ്ടെന്ന് അവരുടെ മനസ്സിനെ ഒരുക്കിയെടുത്തുകൊണ്ട് വരികയാണ്. പ്രധാനമായും പഠനം, ഭക്തി എന്നിവയിൽ ആവേശം നിലനിർത്തുവാൻ മാതാപിതാക്കന്മാർ സദാ ജാഗരൂകരായിരിക്കണം. രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന് പഠനം, പഠിക്കാനുള്ള ആവേശം ഒരിക്കലും കെട്ടുപോകരുത്. ഭക്തിയുടെ വിഷയത്തിലും ആവേശം കെട്ടുപോകരുത്. ഈ രണ്ട് കാര്യങ്ങളും ആ ആവേശം നമ്മൾ നിലനിർത്തുവാൻ സദാ ശ്രദ്ധിക്കണം. നമ്മൾ അവിടെ മനസ്സിനെ അതിനായി ഒരുക്കിയെടുക്കണം. സ്കൂൾ ജീവിതത്തിന്റെ നല്ല വശങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് അവർ പറഞ്ഞു കേൾപ്പിക്കണം. അനുഭവം ഉണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ ആരുടെ അനുഭവം കടമെടുത്ത് പറയണം. ഇത് കേൾക്കുമ്പോൾ അപ്പൊ ഇതെങ്ങനാ, അതെങ്ങനെ, അത് മമ്മി ഒന്ന് സ്കൂളിൽ പോയിട്ടാ, പപ്പ ഒന്ന് സ്കൂളിൽ പോയിട്ടാ, അത് കേൾക്കുമ്പോൾ എനിക്കും പോകണം. അതാണ് പ്രത്യേകത. വീട് വിട്ട് സ്കൂളിൽ ചേരാനായി കാത്തിരിക്കുന്നവരാക്കി അവരെ മാറ്റണം. അല്ലെങ്കിൽ പ്രായമായി വിദ്യാഭ്യാസത്തിന് ആവശ്യകത ബോധ്യപ്പെടുമ്പോഴേക്കും അടിസ്ഥാനമില്ലാതെ പോകും. ചെറുപ്പത്തിലെല്ലാം അടിച്ചും പിടിച്ചും നിർബന്ധിച്ച് സ്കൂളിൽ വിടുന്നു. എങ്കിലും ഒരു പ്രായമാകുമ്പോൾ ഞാൻ പഠിച്ചെങ്കിലേ എനിക്ക് നല്ല ഭാവി ഉണ്ടാകുകയുള്ളൂ എന്ന് ചിന്ത വരും. പക്ഷേ അപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞില്ലേ, വിദ്യാഭ്യാസത്തിന് അടിത്തറയെല്ലാം പോയില്ലേ, ഇനി ചിന്തിച്ചിട്ട് പ്രയോജനമില്ലാതായി തീരും. അഥവാ പഠനം, ഭക്തി എന്നുള്ള കാര്യത്തിൽ ഒരു മനസ്സൊരുക്കം 5 വയസ്സിന് മുൻപേ കുട്ടികൾ ഉരുവാക്കിയെടുക്കണം. മക്കള് അവരായിരിക്കുന്നത് പോലെ അവരെ അംഗീകരിക്കുക. അവരെങ്ങനെയായിരിക്കുന്നു അതുപോലെ അംഗീകരിക്കുക. ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഒരിക്കലും കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്ത് പറയരുത്. നോക്കൂ, അയൽവക്കത്തെ ഇന്നാളുടെ മകൻ അവൻ നല്ല മിടുക്കനാണ്, നീ മാത്രം ഇങ്ങനെയായിപ്പോയി എന്ന് പറയരുത്. ഇന്നാളുടെ മകൾ ഇത്ര മാർക്ക് മേടിച്ചു, നീ മാത്രം ഒരു മണ്ടിയ. ഒരിക്കലും സ്വന്തം മക്കളെ വേറെ ഒരു വിഷയത്തിലും, അറിവിലോ വളർച്ചയിലോ പഠനത്തിന് മികവിലോ സ്വഭാവത്തിലോ ഒന്നിലും വേറൊരാളുമായി താരതമ്യം ചെയ്യാനേ പാടില്ല. നോക്കുക, ഈ ഹാർഡിലുള്ളതായ തൂണുകളെല്ലാം ഒരുപോലെ ഇരിക്കുക. ഇതുപോലെ മക്കൾ ഇരിക്കുമോ? ഒരിക്കലുമില്ല. ഇതിനകത്ത് 6 തൂണം ഒരുപോലെ ഇരിക്കുന്നു, പക്ഷേ 6 മക്കൾ 6 വിധമായിരിക്കും. അതുകൊണ്ട് ഒരാളെപ്പോലെ ഒരാളായിരിക്കുന്നില്ല എന്നുള്ള വാക്ക് അർത്ഥശൂന്യമാണ്. ഒരിക്കലും മക്കളെ മറ്റുള്ള അന്യ മക്കളുമായിട്ട് താരതമ്യം ചെയ്യരുത്. ഇനി സ്വന്തം മക്കളെ തമ്മിലും ചെയ്യരുത്. വലിയ പണ്ടത്തരമാണ്. ചില വീടുകളിൽ ചെന്നാൽ ഇളയ കുട്ടിയെ കാണിച്ചറിയും, ഇവൻ മിടുക്കന, പരീക്ഷയ്ക്ക് ഈ പ്രാവശ്യം അവന് എല്ലാറ്റിനും A+ ഉണ്ട്, പക്ഷേ അവള് മണ്ടിയ, അവള് പഠിക്കട്ടെ. ഒരിക്കലും സ്വന്തം മക്കളെ അന്യോന്യവും മൂത്തതും ഇളയതും ആ മകനെന്ന മകളെന്നുള്ള വ്യത്യാസത്തിൽ താരതമ്യം ചെയ്യുവാനായിട്ട് പാടില്ല. അതുപോലെ കുട്ടികളിൽ വല്ല എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അവരോട് നേരിട്ടല്ലാതെ വേറെ ഭൂമിയിൽ ആരോടും പറയാൻ പാടില്ല. ഇനി അറിഞ്ഞിരിക്കത്തക്കോണം പ്രാർത്ഥിക്കാനോ മറ്റോ പറയണമെങ്കിൽ ഞങ്ങളോട് അങ്ങനെ അനേകം അമ്മയപ്പനും പറയും. പക്ഷേ അവർ കേൾക്കുക ഒരിക്കലും പറയരുത്. അവരുടെ കുറ്റം അവർ കേൾക്കുന്ന നാം ആരോടും പറയരുത്. നമ്മൾ വീട്ടിൽ അതിഥികൾ വന്നാൽ വരുമ്പോഴാണ് അമ്മയപ്പന്മാരുടെ പരാതിയുടെ ഭാണ്ഡക്കെട്ടൽ അയച്ചുവിടുന്നത്. ഇവൻ ഞാൻ പറഞ്ഞ ഒട്ടും അനുസരിക്കുന്നില്ല, അവക്ക് അമ്മയെന്ന് പറഞ്ഞ യാതൊരു ഭയവുമില്ല. ഇങ്ങനെ പോകും പരാതികൾ. അതിഥികളുടെ മുൻപിൽ, അതിഥികൾ അന്യരാണെന്ന് വിചാരിക്കണം, അതിഥികളുടെ മുൻപിൽ മക്കളുടെ കുറ്റങ്ങൾ പറയരുത്, പകരം മക്കളുടെ ഗുണങ്ങൾ പറയണം. അതിഥികൾ വരുമ്പോൾ ഇവിടെ ഒരു ബഹുമാനത്തോടെ കാണുന്നത്, ഒന്നെങ്കിൽ ഒരു പാസ്റ്റർ വന്നു, അല്ലെന്ന് വരികിൽ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നു, അവിടെ മുൻപിൽ നിങ്ങൾ ഈ മക്കളെ കുറിച്ച് നല്ല കാര്യങ്ങളെല്ലാം പറയണം. നല്ല കാര്യം എന്തൊക്കെ ഉണ്ടോ, ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പറയണം. ഇത് അവർ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ടാകും. ഇന്നാര് വന്നപ്പോൾ, അങ്കിൾ വന്നപ്പോൾ എന്നെക്കുറിച്ച് നല്ല കാര്യം മമ്മി പറഞ്ഞു, ഫേസ്ബുക്കിൽ നിന്ന് പാസ്റ്റർ വന്നപ്പോൾ പപ്പ എന്നെക്കുറിച്ച് ഇങ്ങനെ നല്ല കാര്യം പറഞ്ഞു എന്ന്. അപ്പോൾ ഈ ചോദ്യമുണ്ട്, പല കാര്യങ്ങളും കുറ്റമുണ്ടല്ലോ, അതെന്ത് ചെയ്യണം? ഇല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അതെന്ത് ചെയ്യണം? അത് ഉരുവാക്കുവാനുള്ള കഴിവുണ്ടായിരിക്കാം. അന്ന് ഉരുവാക്കാനുള്ളതായൊരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, അവരിൽ ഇല്ലാത്തതായ ഒരു നന്മ ഉണ്ടെന്ന് അവർ കേൾക്കെ വേറെ ആൾ പറയുക. നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കാം.
ഒരു കുട്ടി മമ്മിയോട് ഒരു സ്നേഹമില്ല. നിങ്ങൾ പറയേണ്ടത് 4 പേരുടെ മുമ്പാകെ നിൽക്കും പറയണം, എന്തൊക്കെയായാലും അവക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. നിങ്ങൾ പറഞ്ഞു നോക്കൂ, പിറ്റേ ദിവസം കുട്ടിയുടെ സ്വഭാവത്തിന് മാറ്റം വരും. അവരന്ന് ചിന്തിക്കാൻ തുടങ്ങും, എടാ ഞാനങ്ങനെ മമ്മിയോട് വലിയ സ്നേഹമൊന്നുമില്ല, ചിലപ്പോൾ അനുസരിക്കേണ്ട കാണിക്കാറുണ്ട്, പക്ഷേ ഇന്നാരും വന്ന് മമ്മി പറഞ്ഞു എന്തുവാ എനിക്ക് മമ്മി എന്ന് പറഞ്ഞാൽ വലിയ ജീവനാണെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ അങ്ങനെ പോകണം. അതുപോലെ ഒരു കുട്ടി പഠിക്കാൻ ബുദ്ധിയുണ്ട്, പക്ഷേ ഉത്സാഹിക്കുന്നില്ല. നിങ്ങൾ വരുന്നവരോടെല്ലാം ഇവൻ മനസ്സ് വെച്ച പുലിയെ പിടിക്കും, പക്ഷേ അവന് മനസ്സില്ല, അല്ലേ? വെച്ചാൽ പുലിയെ പിടിപ്പൻ, അത് പറയരുത്. നിങ്ങൾ അങ്ങനെ പറയാതിന് പകരം 4 പേരുടെ മുമ്പാങ്ങൾ പറയണം, എൻ്റെ മോൻ നല്ല ബുദ്ധിയാണ്, അവൻ പഠിക്കാൻ ഉത്സാഹമുണ്ട്, അവൻ നല്ല രീതിയിൽ മനസ്സ് വെച്ചും നല്ല നിലയിരുത്തിച്ചേരും. ഇത് നിങ്ങൾ പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും ബുദ്ധിയും ഒക്കെ ഉണ്ടായിട്ട് ഉത്സാഹിക്കാത്തവനാണ്, എങ്കിലും എൻ്റെ അപ്പൻ എന്നെ കുറ്റം പറഞ്ഞില്ലല്ലോ, 4 പേരുടെ മുൻപാകെ ഞാൻ പഠിക്കാൻ ഉത്സാഹമുള്ളവനാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ഇനി ആ ഒരു ധാരണ തിരുത്തണ്ട. ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, യേശു പറഞ്ഞ ഉപമയിൽ ഒരു കാര്യവിചാരകൻ അവനെ വിചാരണ സ്ഥാനം നീക്കാനായിട്ട് തീരുമാനിച്ചു ജോലിയിൽ നിന്ന്. അവൻ പോയി യജമാനോട് കടപ്പെട്ടിരിക്കുന്നതെല്ലാം ഇളച്ചു കൊടുത്തു. അവിടെ വായിക്കുന്നത്, ഇവൻ ബുദ്ധിയോടെ പെരുമാറിയ യജമാൻ അവനെ പുകഴ്ത്തി ജോലിയിൽ നിന്ന് നീക്കിയില്ലെന്ന്. സംശയമുള്ള കേസാണ്. അതിൻ്റെ സൈക്കോളജി ഇവിടെയാണ്. ഇവൻ പോയി മറ്റുള്ളവരുടെ കടം ഇളച്ചു കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ജോലി പോയാൽ ഇവിടെ വീട്ടിൽ നിന്ന് വല്ലപ്പോഴും ഒരു ചായ എങ്ങനെ കുടിക്കണം, ഇതാ ഉദ്ദേശിച്ചത്. പക്ഷെ ഫലമുണ്ടായെന്ന് ചോദിച്ചാൽ ഇവൻ അത് പറഞ്ഞിട്ടില്ല, പിന്നീട് പറയാൻ വെച്ചിരിക്കുക. കടവിളച്ചു കിട്ടവരെ വിചാരിച്ചത് ആ യജമാൻ നല്ലൊരു മനുഷ്യനാണ്, കണ്ടോ, ഇന്നാരെ പറഞ്ഞു വിട്ട് കടടച്ച് നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ യജമാൻ ചിന്തിച്ചപ്പോൾ ഇവൻ അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഈ കടം ഇളച്ചു കൊടുത്തതെന്ന് വരികിലും ഫലത്തിൽ ഞാനാണ് ചെയ്തതെന്നും ഞാൻ നല്ലവനാണെന്നുള്ള ചിന്ത ജനഹൃദയങ്ങൾ ഉണ്ടായി. ഈ നല്ല ഇമേജ് കളയണ്ട. അതുകൊണ്ട് അവനെ ജോലി തന്നെ തുടരുവാൻ അനുവാദം കൊടുത്തു. ഇതുപോലെ നെഗറ്റീവ് ട്രീറ്റ്മെന്റാണ്. ഇല്ലാത്ത കാര്യം ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉള്ളവരായി തീരുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണിത്. മക്കളെ അഭിനന്ദിക്കുക, അഭിനന്ദനവും ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ് കുട്ടികൾക്കുള്ളത്. വിശേഷിച്ച് അത് കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിക്കണമെന്ന് ലോകത്തിൽ ആര് പറയുന്ന നല്ല വാക്കിനേക്കാൾ, പ്രോത്സാഹന വാക്കിനേക്കാൾ അമ്മയും അപ്പനും പറയുന്നതായ വാക്കാണ് അവർക്ക് അങ്ങേറ്റം പ്രിയം. ഒരു കാര്യം അവർ ചെയ്തത് ശരിയായില്ലെങ്കിൽ കൂടെ അതിന് ശ്രമം നടത്തിയതിന് തന്നെ നമ്മൾ അവരെ അഭിനന്ദിക്കണം. സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് ഇങ്ങനെ കുട്ടിയെ നല്ലൊരു പാട്ടെല്ലാം പഠിപ്പിച്ചു വിട്ടു, വീട്ടിലൊക്കെ പാടി കേട്ടു. പക്ഷെ സ്റ്റേജിൽ കയറിയ ഉടനെ ഏതോ 2 വരി പാടി പിന്നെ നഖമൊക്കെ അടിച്ചു ആളിഞ്ഞു പോന്നു. അവനെന്നെ നാണം കെടുത്തിക്കളഞ്ഞു. ഞാൻ അവനെ വീട്ടിലിരുത്തി 100 വട്ടം പഠിപ്പിച്ചതാ. അവൻ ഇന്ന് രാവിലെ പറഞ്ഞതാ, സമയമായി കണ്ടില്ല, എന്നെ അവനൊക്കെ നാണം കെടുത്തിക്കളഞ്ഞു. ആ സമയം ലിസിയുടെ മോനോ എന്ത് മിടുക്കനായിട്ട് പറഞ്ഞു, ദേവി ഏത് പറയാതെ അവൻ പോയി നിന്നല്ലോ, പാടാൻ ശ്രമമൊക്കെ നടത്തിയല്ലോ. അപ്പോൾ തന്നെ നിങ്ങളുടെ കൈയടിച്ചിട്ട് നിങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കണം. നീ ഒരു ശ്രമങ്ങൾ നടത്തിയല്ലോ, ഒരു പാട്ട് പാടാൻ, ഒരു വാക്യം പറയുവാൻ, ഇതിനൊക്കെ ശ്രമിച്ചിട്ട് അത് മുഴുവിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ കൈയടിക്കുക, അവർക്കൊരു ഉമ്മ നൽകുക. ഇങ്ങനെ നമ്മളവർ പ്രോത്സാഹിപ്പിച്ചാൽ അടുത്ത തവണ അവരുടെ കഴിവുകൾ കൂടുതൽ വികസിക്കുന്നിടയായിത്തീരും. ഒരു ഷർട്ട് കുട്ടി തന്നെ ഇട്ടു, തിരിച്ചിട്ടു. ഈവന് ഷർട്ട് ശരിയായിട്ടിടാനും അറിയുക, ഇങ്ങനായിരുന്നു എന്ന് പറയാതെ, ശരിയായില്ല എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ വേറെ വാക്ക് ഉപയോഗിക്കുക. മോനിങ്ങി വന്നേ, ആ ഉടുപ്പൊന്നുകൂടെ ഊരിയിട്ടേ എന്ന് പറയുന്നത്, അത്രേ പറയാം. അവൻ ചെയ്ത് തെറ്റിയെന്നുള്ള പറയരുത്. തെറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ തല ദിവസം പറയും, അമ്മ ഇട്ടെന്നാൽ ഞാൻ എപ്പോൾ ചെയ്താലും തെറ്റത്തേ ഉള്ളൂ എന്ന് പറയും. തെറ്റിയെന്നൊരു വാക്ക് ഉപയോഗിക്കാതെ ഷർട്ട് ഒന്ന് ഊരിട്ടിട്ട് നമുക്കറിയാമല്ലോ, ഊരിടുമ്പോൾ നേരെ ആവുമല്ലോ, അത്ര മതി. അല്ലെങ്കിൽ നമ്മളൊരു സഹായം ചെയ്യുക, അതല്ലാതെ തെറ്റി എന്ന് പറയാതിരിക്കുക. നമ്മൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹനം അഭിനന്ദനവും കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവർ ഒരു കാര്യം നന്നായി ചെയ്താൽ അതിന് അഭിനന്ദനം കൊടുക്കാനും പഠിപ്പിക്കുകയും ചെയ്യും, നന്ദി പറയാനും പഠിപ്പിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ താങ്ക് യു പറയാൻ പഠിപ്പിക്കുക. അതുപോലെ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ കൺഗ്രാജുലേഷൻസ് പറയാനും പഠിപ്പിക്കണം. ഞാൻ ചോദിക്കുന്നത്, ഒരു ശുശ്രൂഷകൻ ഒരു കൺവെൻഷന് വന്ന്
ഒരു നല്ലൊരു പ്രസംഗം പറഞ്ഞു. നിങ്ങളുടെ 3 വയസ്സുള്ള കുട്ടി കഴിഞ്ഞ് നേരെ സംഘകന്റെ കൈ പിടിച്ചിട്ട് കൺഗ്രാജുലേഷൻസ്, പ്രസംഗം നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇത്ര മനോഹരമായിരിക്കും. നല്ലതാ, പക്ഷെ നല്ലതാണെന്ന് പറയാൻ അഭിനന്ദിക്കാനും പഠിപ്പിക്കുന്നില്ല. നമ്മൾ ചെയ്തിട്ട് വേണ്ടി അവർ പഠിക്കാൻ. നമ്മൾ അവരോടങ്ങനെ ചെയ്താൽ അവര് നമ്മോടും മറ്റുള്ളവരോടും അത് ചെയ്യാനായിട്ട് പഠിക്കും. എന്തെങ്കിലും എഴുതിയാൽ, ഒരു പടം വരച്ചാൽ, മറ്റെന്ത് ചെയ്താലും നമ്മൾ ശ്രദ്ധയും പ്രോത്സാഹനവും കൊടുത്ത് അവരെ വളർത്താൻ ശ്രമിക്കണം. ശ്രദ്ധയും പ്രോത്സാഹനം കൊടുത്ത് അവരെ വളർത്തുമ്പോൾ അവരുടെ കഴിവുകൾ കൂടുതൽ വികസിച്ചു വരുന്നതിനിടയായിത്തീരും. നിങ്ങൾ പ്രസിദ്ധനായ ഒരു ചിത്രകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ബെഞ്ചമിൻ വെസ്റ്റ് എന്ന തൻ്റെ പേര്. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ ഇളയ ഒരു പെങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ അമ്മ പുറത്തു പോയതായ സമയത്ത് ഈ മകനെ, ഇളയ പെങ്കൊച്ചിനെ നോക്കാൻ രണ്ടുപേരും വീട്ടിലാക്കിയിട്ട് പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് അമ്മ തിരിച്ചു വരുന്നതായ സമയത്ത് അവിടെ അലോങ്കലപ്പെട്ട് കിടക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ടായിരുന്നതായ കുറച്ച് മഷി എല്ലാം അവിടെ തട്ടി മറച്ചിട്ട് കുറെ പേപ്പറും ബുക്കും എല്ലാം അവിടെ കിടപ്പുണ്ട്. സാധാരണഗതിയിൽ അവിടെ വന്നാൽ അമ്മയ്ക്ക് ദേഷ്യമാണ് തോന്നേണ്ടത്. മഷിയെല്ലാം തട്ടിമറിച്ച് അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുന്നു. എന്നാൽ ആദ്യമുണ്ടായതായ അനിഷ്ടം ഉള്ളിൽ ഒതുക്കിയിട്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇവൻ കൊച്ചു പ്രായത്തിൽ തൻ്റെ കുഞ്ഞു പെങ്ങളെ പടം വരയ്ക്കേണ്ട ശ്രമം നടത്തിയിരിക്കുക. അതിങ്ങനെയൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി പടമൊന്നും ആയില്ല, എങ്കിലും അവൻ ശ്രമിച്ചത് ഇതിനാണ്, കുഞ്ഞു പെങ്ങളെ പടമൊന്ന് വരയ്ക്കാൻ. ഉടനെ എന്താണ് ആ അമ്മ ചെയ്തെന്നറിയാമല്ലോ? അമ്മ ഓടിച്ചെന്ന കുഞ്ഞിനെ എടുത്തിട്ട്, മോനെ നീ ചേച്ചിയുടെ പടം മനോഹരമായി വരച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ ഒരു ഉമ്മ കൊടുത്തു. ആ കുഞ്ഞാണ് പിന്നീട് പ്രസിദ്ധനായ ചിത്രകാരനായിട്ട് മാറിയത്. താൻ ലോകപ്രശസ്ത ചിത്രകാരനായതിനു ശേഷം ഒരിക്കൽ പരസ്യമായി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മയുടെ ഉമ്മയാണ് എന്നെ ഇത്ര വലിയവനാക്കിയതെന്ന്. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയുമോ? ആ അമ്മയുടെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അന്ന് ആ കൊച്ചിന് അടിയുടെ പൂരമായിരിക്കും. അത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുവാനായി ശ്രമം നടത്തിയതിന് പോലും നമ്മൾ പ്രോത്സാഹനം കൊടുത്താൽ പിന്നീട് ആ ശ്രമം മെച്ചപ്പെട്ടതായിട്ട് മാറും. 6ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ 5 വയസ്സ് വരെ കണ്ടത് സന്ദർഭം വരുമ്പോൾ അതേപടി ആവർത്തിക്കാനായിട്ട് അവർ ശ്രമിക്കും. ഇതിനെ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്നാണ് പറയുന്നത്. 4-5 വയസ്സ് വരെ മാതാപിതാക്കന്മാരുടെ പെരുമാറ്റം, മറ്റു വിഷയങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ട് മനസ്സിനിങ്ങനെ വെച്ചിട്ട് ഒരു 5 വയസ്സ് കഴിയും മുതൽ അതുപോലൊക്കെ ചെയ്യാമോ എന്ന് അവർ നോക്കുകയായി. ഓരോ സന്ദർഭത്തിലും നിങ്ങൾ ഒരു അതിഥി വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറി? സാധാരണകൾക്ക് ഇങ്ങനെ ഒരു ഡബിൾ റോളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ, എത്ര നാളായി കണ്ടിട്ട്, ഞാൻ കുറെ നാളുകൊണ്ട് വിചാരിക്കുകയാണ് നിങ്ങളൊന്ന് ഫോൺ ചെയ്യണം, നിങ്ങളിന്ന് കണ്ട് വർത്തമാനം പറഞ്ഞ് ഒരുപാട് നാളായി, ഏതായാലും വന്നതങ്ങ് ഭാഗ്യമായി, ഇന്ന് ഏതായാലും ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ട് അപ്പുറത്ത് നിന്ന് ഭാര്യയോട് പറയുന്നത്, ശല്യം വലിഞ്ഞു കയറി വന്നേക്കുന്നു. ഇത് നിങ്ങളുടെ കുട്ടി കേട്ടോണ്ടിരിക്കുക. ഇത് തന്നെ ഒരു സന്ദർഭത്തിൽ ഈ കുട്ടി അതുപോലെ തന്നെ ചെയ്യും. അത് ചിലപ്പോൾ പറയുന്നത് ഫെയ്ത്തോലെ പാസ്റ്ററോടായിരിക്കും. പാസ്റ്റർ വരെ ഓടിച്ചത് പ്രൈസറോടെല്ലാം പറയും. എന്നിട്ട് പയ്യ അകത്തോട്ട് നിന്നിട്ട് പറയും, മമ്മി ശല്യം കയറി വന്നിട്ടുണ്ട്. 5 വയസ്സ് വരെ എന്തൊക്കെ കണ്ടു കേട്ടു ഇതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട്, ഇതെല്ലാം നല്ലതാണെന്ന കുട്ടിയുടെ വിചാരം, തന്മതിന്മ അറിഞ്ഞുകൂടല്ലോ. അടുത്ത സന്ദർഭം വരുമ്പോൾ അതുപോലെ അവർ ചെയ്യും. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കുസൃതികൾ എന്ന് പറയുന്നത്. അമ്മമാർക്കാണ് കൂടുതൽ ഈ വിഷയത്തിൽ പരാതി. ഈ കുസൃതിക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? കുസൃതി എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് വിടരുത്. ഇതിനെ പലതായിട്ട് തരം തിരിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ പറയുന്നത് മനസ്സിന്റെ അസ്വാസ്ഥ്യങ്ങൾ മൂലം പ്രകടമാകുന്ന കുസൃതികൾ. ഒന്നും തോന്നരുത്, ജനിക്കുന്ന അനേക കുട്ടികളും പല മാനസിക ഡിസോർഡറായിട്ടാണ് ജനിക്കുന്നത്. അതിലൊന്ന് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും. ഓട്ടിസം എന്ന് ചുരുക്കത്തിൽ പറയും. ഇത് ഈ മാനസികമായ ന്യൂനതയുള്ള കുട്ടികൾ ഒരു നേരം ഒരേ വിഷയത്തിൽ അധികം നേരം അവർ ശ്രദ്ധിച്ചിരിക്കത്തില്ല.
അവർക്ക് ഒരു നേരത്ത് ഒരിടത്ത് തന്നെ അല്പനേരം കൂടെ ഒരിടത്ത് ഉറച്ചിരിക്കാൻ പറ്റുകയില്ല. ഏതെങ്കിലും ഒരു കാര്യം അങ്ങനെ തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുകയുള്ളൂ. മനസ്സും ചിന്തയും ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചാടിപ്പോകും. അതുപോലെ ആളും ചാടിപ്പോകും. ഇപ്പോൾ വന്ന് ഇങ്ങനെ എടുത്തിട്ട് അടുത്ത നിമിഷം അവിടെ ചെല്ലും, അടുത്ത നിമിഷത്തെ കൈയടിക്ക് പാട്ട് പാടും, അടുത്ത നിമിഷത്തെ അടുത്തയാളെ ഞോണ്ടും, അടുത്ത നിമിഷത്തിൽ ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും, അടുത്ത നിമിഷത്തിൽ പേന എടുത്ത് വേറെടുത്തിന് കൊടുത്തവരിക്കും. ഇത് കണ്ട് നമ്മളവരെ വിധിച്ചിട്ട് കാര്യമില്ല. അവരുടെ മനസ്സ് അങ്ങനെയുള്ളതാണ്. ഓരോന്നിനും ഇങ്ങനെ വികൃതിക്ക് കാരണമായ വേറെ പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു വിദഗ്ധന്റെ കൗൺസിലിങ്ങിന് വിധേയപ്പെടുത്തിയാൽ മാറ്റിയെടുക്കാം. ചില ഡിസോർഡറുകൾ വളരുമ്പോൾ തന്നെ തനിയെ മാറിക്കൊള്ളും. എല്ലാറ്റിനും ഉപരി പ്രാർത്ഥന ഫലമായിട്ട് ഒരു വിടുതലുണ്ടാകും. നമ്മൾ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു ഭക്തനെ കുറിച്ച് വായിക്കുന്നു. അവന്റെ പേര് യബ്ബേസ്. 4:9. യബ്ബേസ് തന്റെ സഹോദരന്മാരുടെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. ഇവിടെ വിഷയം തലതിരിച്ചിട്ടിരിക്കുക. ആദ്യം ഇതാണ് പറയേണ്ടത്. എന്താണെന്നറിയാമോ? അവന്റെ അമ്മ അവന് യബ്ബേസ് എന്ന് പേരിട്ടു. പേരിടാൻ കാരണം വ്യസനത്തോടെ പ്രസവിച്ചു. പ്രസവ സംബന്ധമായ വിഷമങ്ങളാണോ അതോ കുട്ടിയുടെ സ്വഭാവത്തിലോ വൈകല്യത്തിലോ വിഷമമാണെന്ന് അറിയുന്നില്ല. ഏതായിരുന്നാലും അവൻ വ്യസനമായിരുന്നു എന്നുള്ള ചുരുക്കം. പക്ഷേ ആദ്യമായി വാദം എന്താണ്? അവൻ തന്റെ സഹോദരന്മാരിൽ ഏറ്റവും മാന്യനായിരുന്നു. ചുരുക്കത്തിൽ അവൻ മാതാപിതാക്കന്മാർക്ക് വ്യസനമായി ജനിച്ചു. പക്ഷേ പിന്നീട് അവന്റെ എല്ലാ മക്കളെക്കാൾ മാന്യനായി മാറി. അഥവാ പ്രാർത്ഥനയുടെ ഫലമായി നമുക്ക് ഈ വികൃത സ്വഭാവങ്ങളെ മാറ്റി രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഈ കുസൃതികളുടെ 2ാമത്തെ വിഭാഗം വളർത്തുന്നവർ മൂലവും വളരുന്ന സാഹചര്യങ്ങൾ മൂലവും സംഭവിക്കുന്നതാണ്. ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് ആ കാര്യം വ്യക്തമാണല്ലോ. വളർത്തുന്നവരുടെ സ്വഭാവ വൈകല്യം വളരുന്ന കുട്ടിക്ക് ഉണ്ടാകും. അതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും അവിടെ വളർന്ന സാഹചര്യം അവരെ പല വൈകൃത സ്വഭാവത്തിന് ഇടയാക്കി തീർക്കും. പണ്ട് കുടുംബനാഥനെ കേന്ദ്രീകരിച്ചുള്ള വീടായിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലായിരിക്കാം. അന്നൊക്കെ 8ഉം 10ഉം ഒക്കെ മക്കളുള്ള കാലമാണ്. കൂടുതലും ആളുകൾ കൃഷിയിലാണ് ഇടപെടുന്നത്. വല്യപ്പൻ വല്യമ്മ സഹോദരങ്ങളൊക്കെ കാണും. വലിയൊരു കൂട്ടുകുടുംബം. ഇവിടെ ജനിക്കുന്നതായ മക്കൾ അവര് ശരാശരി ഭക്ഷണവും ഒരു മിനിമം വിദ്യാഭ്യാസവും സാധാരണ ജീവിത സൗകര്യം മാത്രമേ ഉള്ളൂ. അവിടെ ഇത്രയും വലിയ കുടുംബത്തിലെ ഈ മക്കളെ ഞാൻ പറഞ്ഞാൽ 5, 8, 9 ഒക്കെയുള്ള മക്കളെ അധികം ശ്രദ്ധിക്കാൻ ഒക്കത്തില്ല. മൊത്തത്തിലൊരു ശ്രദ്ധ അത്രയേ ഉള്ളൂ. അവരുള്ളവർക്ക് കുസൃതി വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? മക്കളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ 2 അല്ലെങ്കിൽ 1. ഇതിന്റെ കുഴപ്പമെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടതിലധികം പോഷണം കിട്ടുന്നുണ്ട്. മറ്റും അങ്ങനെയല്ല. അറിയാമല്ലോ പഴയ കാര്യങ്ങളൊക്കെ. ഒന്ന് വെച്ച് വിളമ്പിയാൽ 8 പാത്രം 9 പാത്രത്തിൽ വിളമ്പണം. ഇന്നോ ഒരെണ്ണമേ ഉള്ളൂ. എല്ലാം ഇവനെ കൊണ്ട് തീറ്റിക്കാനായിട്ടാണ് നോക്കുന്നത്. പോഷണം വേണ്ടതിലധികം, സമ്മാനം വേണ്ടതിലധികം. അന്നൊക്കെ എന്തെങ്കിലും കിട്ടാനെന്ത് പാടാ. അന്ന കുഞ്ഞുങ്ങൾ കളിക്കാനായിട്ട് എന്തെങ്കിലും പ്രകൃതി കിട്ടുന്നതായ വെള്ളയ്ക്കായോ എന്തെങ്കിലുമൊക്കെ വളയുടെ പൊട്ടും കുപ്പി കഷ്ണങ്ങളൊക്കെ എടുത്താൽ കളിക്കുക. ഇന്നോ അവർക്ക് എന്തെല്ലാം കളിപ്പാട്ടങ്ങളാണ് കിട്ടുന്നത്. ഇത് വേണ്ടതിലധികം വാങ്ങിച്ചു കൊടുക്കുന്നു. ലാളനയും അധികം കിട്ടുന്നു. അമ്മയപ്പന്മാര് മാത്രമല്ല, സ്വന്തം ബന്ധുമിത്രാദികൾ വരുമ്പോഴും ആകെ ഒന്നേ ഉള്ളെന്ന് പറഞ്ഞ് അമിതമായ ലാളനം. ഇതെല്ലാം നിമിത്തം കുട്ടിക്ക് തോന്നുന്നത് ഞാനൊരു VIP. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പൊ പറഞ്ഞല്ലോ, പണ്ട് കുടുംബനാഥനെ കേന്ദ്രീകരിച്ച് ആ കുടുംബത്തിൽ പ്രായമുള്ള കാരണവർ കാണും. അപ്പോൾ ആരെങ്കിലും വന്ന ഉടനെ ആ കാരണവരെ കണ്ട് അദ്ദേഹത്തിന് ബഹുമാനം കൊടുത്തിരുന്ന് തന്നോട് സംസാരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ആ പ്രായമുള്ള ആള് കൊടുക്കാൻ പറയുന്നു, എടുക്കാൻ പറയുന്നു. മക്കളൊക്കെ മറ്റുള്ളവർ വന്ന് നിൽക്കുന്നു. കൊച്ചുകുട്ടികളൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുന്നു. അപ്പോൾ ആ കുടുംബത്തിൽ ഒരാൾ വന്നാൽ കുടുംബനാഥനാണ് പ്രാധാന്യം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ച് ഭയപക്വതയിൽ നിന്ന് വളരുകയാണ്. ഇന്നൊരു വീട്ടിൽ ചെന്നാൽ അവിടുത്തെ VIP ആരാ? 3 വയസ്സുകാരനാണ്. അവനെയാണ് ശ്രദ്ധിക്കുന്നത്. അവനാണ് വീട്ടിൽ. ഇത് നിമിത്തം അവൻ്റെ ഉള്ളിൽ ഞാനാണ് ഈ വീട്ടിലെ പ്രധാന വ്യക്തി. പിന്നെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആകുന്നതിൽ തെറ്റുണ്ടോ? അതുകൊണ്ട് അവൻ ആഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിൽ അവൻ പൊട്ടിത്തെറിക്കും, അക്രമം ഉണ്ടാക്കും, ചിലപ്പോൾ ഭീഷണിപ്പെടുത്തും. ഇത് അമിതമായ ശ്രദ്ധ മൂലം ഉണ്ടാകുന്നത്. നല്ല കാര്യങ്ങൾ നേടാൻ വാശി ഒരു തെറ്റാന്ന് പറയാൻ പറ്റില്ല. നല്ല കാര്യങ്ങൾക്ക് ഒരാൾ വാശിയെടുത്തെന്ന് വരാം. എന്നാൽ ദുർവാശി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല.
മാതാപിതാക്കന്മാര് വാശിയുള്ളവരാണെങ്കിൽ ആ സ്വഭാവം മക്കളിലും കാണും. അവർ വീട്ടിൽ വാശി കാണിച്ചാലും അത് തന്നെ. ചിലപ്പോൾ ഭർത്താവ് വീട്ടിൽ വന്നു, ഭക്ഷണം കൊടുത്തു, കഴിച്ചില്ല. എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ പറഞ്ഞതാ ഇന്ന കാര്യം ചെയ്തു വെച്ചേക്കണമെന്ന്, അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ഊണ് വേണ്ട എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുനിൽക്കുന്ന കുട്ടിയും ഈ വാശി അനുകരിക്കും. അപ്പം വീട്ടിൽ കുട്ടികൾ ദുർവാശിയില്ലാതെ വളരണമെങ്കിൽ മാതാപിതാക്കന്മാർ ദുർവാശി ഇല്ലാത്തവരായിരിക്കണം. അതുപോലെ കുട്ടികൾ എന്തെങ്കിലും സാധനങ്ങൾ ഇഷ്ടപ്പെടാതെ വലിച്ചെറിഞ്ഞ് കളയും. അനേക അമ്മമാർ ചെയ്യുന്നൊരു തെറ്റ്, വലിച്ചെറിഞ്ഞ സാധനം മുറ്റത്തുനിന്ന് അതുപോലെ കൊണ്ടത് പിന്നെയും കരുവിട്ടുണ്ട് കൊടുക്കും. ഇതിനേക്കാൾ വലിയ ദോഷം വഴിയില്ല. ഏതെങ്കിലും ഒരു കുട്ടി വഴക്കുണ്ടാക്കി വാശിയെടുത്ത ഒരു വസ്തു വലിച്ചെറിഞ്ഞാൽ ഒരു കാരണവശാലും എടുത്ത് അവൻ്റെ കൈ കൊടുക്കരുത്. അപ്പം ആ സാധനം നശിച്ചു പോകണ്ട, അത് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് മാറ്റി വെക്കണം. പക്ഷെ അവൻ കാണുക ചെയ്യരുത്. അപ്പോൾ വലിച്ചെറിഞ്ഞൊരു സാധനം വീണ്ടും എടുത്തു കൊടുക്കുന്ന വിധത്തിൽ അവൻ്റെ വാശിക്ക് വഴങ്ങാനായിട്ട് പാടില്ല. അരിച്ച മൂട് ഭക്ഷണം കൊടുക്കരുത്. സ്നേഹത്തോടെ കൊടുക്കുന്ന ഭക്ഷണം ഒരുപക്ഷെ ഒരു കുട്ടി തുപ്പിക്കളഞ്ഞാൽ അത് തന്നെ വീണ്ടും കൊടുക്കാൻ പാടില്ല. അത് അവൻ്റെ വാശിക്ക് വഴങ്ങുമെന്നുള്ള ചിന്ത ഉള്ളെടുക്കും. ഭക്ഷണം മാറിക്കൊടുത്തു നോക്കുക. അതാണ് എല്ലാ ഭക്ഷണവും ശീലിപ്പിക്കണം. പ്രത്യേകമായ ഭക്ഷണം മാത്രം, എല്ലാ ഭക്ഷണവും ശീലിപ്പിക്കണം. ഏതെങ്കിലും വിധത്തിൽ വാശിയെടുത്താൽ, സമ്മർദ്ദം ചെലുത്തിയാൽ, വഴക്കുണ്ടാക്കിയാൽ കാര്യം നേടുമെന്നൊരു തോന്നൽ ഉളവാകാതിരിക്കാൻ എല്ലാ ജാഗ്രതയും പുലർത്തണം. കുസൃതികളായ കുട്ടികളെ, വാശിക്കാരെ കുട്ടികളെ അങ്ങനെ മാത്രമേ നമുക്ക് തിരുത്തിയിടാൻ കഴിയൂ. ചില വീട്ടിൽ അമ്മ തരത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പം പറയും, ആ മോന് പപ്പ തരാം എന്നാണ്. ഇനി അപ്പൻ പറയുകയാണ്, നിന്റെ അവിടെ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞാൽ അത് സാരമില്ല, മമ്മി കൊണ്ടുപോകാം. അമ്മ നോ പറഞ്ഞാൽ അപ്പനെ കാര്യം സാധിപ്പിച്ച് കൊടുക്കരുത്. അപ്പൻ ഇല്ലെന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടെന്ന് പറയരുത്. നിങ്ങൾ രണ്ടുപേരുടെയും വാക്ക് കുട്ടിയോട് ഒന്ന് തന്നെയായിരിക്കണം. ബഹളം വയ്ക്കുക, ബഹളം വയ്ക്കുന്നെങ്കിൽ ശ്രദ്ധിക്കാതെ തനിയെ അങ്ങ് വിടുക. ബഹളം ഉണ്ടാക്കും. ആ സമയത്ത് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ, എടുക്കാനും കൊടുക്കാനും, ഇതല്ല വേറെ തരാം, അതല്ല ഇതില തരാം, അമ്മളിയമ്മാവന് പിടിച്ചു തരാമെന്നൊന്നും പറയാതെ ബഹളം വയ്ക്കുന്ന ആളെ തനിയെ അങ്ങ് വിടുക. കുറച്ച് ശാന്തനാകുമ്പോൾ ചെന്ന് പറയണം, എന്തുകൊണ്ടാണ് തരാതെന്നറിയാമോ? അത് ഇന്നതാണ് കാരണം. ടോക്കേസിയ സാധനം എടുത്താൽ പൊട്ടിപ്പോകും. മോൻ്റെ കാലും മുറിയും, എൻ്റെ കാലും മുറിയും, അതുകൊണ്ടാണ് തരാഞ്ഞത്. എന്നാൽ ശാന്തമാവുമ്പോൾ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനും മറക്കരുത്. ഇങ്ങനെ മാത്രമേ അവർ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി വളർത്തിയാൽ വിപരീത സാഹചര്യങ്ങൾ നേരിടാനുള്ള മനക്കരുത്തില്ലാതെയായിത്തീരും. ഈ കൊച്ചുകുട്ടിക്ക് ആഗ്രഹിക്കുന്നെല്ലാം നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാം. അവൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നെല്ലാം നടക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ അന്ന് അവൻ തളർന്നു പോകും. ഞാൻ ആഗ്രഹിച്ച് സാധിച്ചില്ല, ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല, ആഗ്രഹിച്ച വിജയം കിട്ടിയില്ല, ആഗ്രഹിച്ച ആ വസ്തു വാങ്ങാൻ പറ്റിയില്ല. അവൻ സാഹചര്യത്തെ നേരിടാൻ മനക്കരുത്തില്ലാതെ പോകും. ചെറിയ പ്രായത്തിൽ തന്നെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തേ പറ്റുകയുള്ളൂ. ചെറുപ്രായത്തിൽ ദോഷകരമായ പെരുമാറ്റവും അക്കണ സംഭവങ്ങളും നേരിൽ കാണാൻ അനുവദിക്കരുത്. എവിടെ അടിപിടി അക്രമം നടക്കുമ്പോൾ പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോയി ഒന്നും കണ്ടു നിൽക്കരുത്. നമ്മൾ അത് ചെയ്യുകയില്ല. കുട്ടികൾ കേട്ടതെല്ലാം അതുപോലെ പറയണമെന്നൊരു ചിന്തയുണ്ടാകും. ഈ കണ്ടതുപോലെ ചെയ്യണമെന്ന ചിന്തയുണ്ടാകും. പ്രത്യേകിച്ച് ടി വിയിൽ കാണുന്നതായ ചിത്രങ്ങൾ തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നത് ധരിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കുക. വിനോദങ്ങൾ, അതും തിന്മയ്ക്ക് പ്രോത്സാഹനമായ വിനോദങ്ങളാകാനായിട്ട് പാടില്ല. കമ്പ്യൂട്ടർ ഗെയിംസ് ഇന്നത്തെ കുട്ടികളുടെ പ്രധാനമായ കാര്യമാണ്. കമ്പ്യൂട്ടർ ഗെയിംസ്, തമാശ ഉള്ള ഗെയിംസ് നല്ലതാണ്. കുഞ്ഞുങ്ങളൊന്ന് കണ്ടു ചിരിച്ചോട്ടെ. ഒരു വിജ്ഞാനം, സാൻമാർഗികമായ പാഠം, ഭാഷാ പഠനം, ഇതൊക്കെ ഗെയിംസ് മൂലം ഉണ്ടെങ്കിൽ നല്ലതാണ്, അത് അനുവദിക്കണം. പക്ഷേ അതിന് പകരം ആയുധം ഉപയോഗിക്കുന്ന ഗെയിംസ് ഒന്നും കാണാൻ അനുവദിക്കരുത്. ഏതെങ്കിലും ഒരാൾ ഒരു തോക്ക് പിടിച്ച് എന്ന് വെടിവെച്ച് ഇങ്ങനെ കയറി പോകുന്നൊന്നും അത് കാണിക്കരുത്. കത്തി ഉപയോഗിക്കുക, ആയുധം ഉപയോഗിക്കുക, അതൊന്നും അവർ കാണാനിടയാകരുത്. ആ സ്വഭാവം അക്രമം അവർ വളരും. മോട്ടോർ റേസ് ഇന്നത്തെ ഏറ്റവും വലിയൊരു തകരാറാണ്. ബൈക്ക് ഓടിച്ചു പോയി അതിലെ മറിഞ്ഞ ബസ്സിന്റെ മുകളിൽ കൂടെ ജമ്പ് ചെയ്ത് അപ്പുറത്ത് പോയി മറിഞ്ഞു വീണ്ടും പിന്നെ എഴുന്നേറ്റ് ഓടിച്ച ഇത് വല്ലതും പ്രാക്ടിക്കലാണോ? അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെയാണ് മോട്ടോർ ബൈക്കിനെ ഇറന്ന് ഉറപ്പിച്ച് ഓവർ സ്പീഡിൽ പോകാമെന്ന്. ഇത് മനസ്സിലുണ്ടാകുമ്പോൾ ഈ കുട്ടി പ്രായമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് റോഡിൽ ഇറങ്ങുമ്പോൾ ഇതേ മൈൻഡിലാണ് വാഹനം ഓടിക്കുക. ഇന്നത്തെ കൗമാരപ്രായക്കാര് വാഹനം ഓടിച്ച്
ടൂ വീലർ ഉപയോഗിച്ച് അപകടം വരുത്തിയതിൽ മുഖ്യ കാരണം മോട്ടോർ റേസ് ഗെയിംസാണ്. കൊച്ചു പ്രായത്തിലെ അമിത വേഗവും അശ്രദ്ധയായ ഡ്രൈവിങ്ങും അവരുടെ മനസ്സിൽ മൂലമാകുന്നത് കൊണ്ടാണ്. അക്രമം, യുദ്ധം ഇതൊന്നും കണ്ട് നിഷ്കളങ്ക ഹൃദയം കാട് കയറുവാൻ അനുവദിക്കരുത്. ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് അല്പം നേരം അടങ്ങിയിരിക്കാൻ വേണ്ടിയായിരിക്കാം. ചില അമ്മമാരുണ്ട് അടങ്ങിയിരിക്കാതെ കുഞ്ഞിനെ ടി വി ഓൺ ചെയ്ത് കൊടുത്തിട്ട് ജോലിക്കൊക്കെ പോകും. ടി വിയിൽ അപ്പോൾ കാണുന്നത് വാർത്തയായിരിക്കാം, പിന്നെ കാണുന്നത് വേറെ പലതുമായിരിക്കാം. അതുപോലെ ഏതെങ്കിലും ഗെയിംസ് കളിക്കാൻ കൊടുത്താൽ അതും കൊണ്ട് ഇരുന്നോളുകളോ എന്ന് വിചാരിച്ച് ഇരുത്തിയിട്ട് പോവുക. പക്ഷേ ഈ കാണുന്നതായ ഗെയിംസ് മൂലം അവർക്കൊരു സ്വഭാവത്തിൽ ഒരു മാറ്റം വരുന്നുണ്ടെന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് സ്വഭാവത്തിന് നന്മയ്ക്കുള്ള ഗെയിംസ് മാത്രമേ അനുവദിക്കാവൂ. അക്രമവാസന വളരത്തക്കമുള്ളതായ ഗെയിംസ് അനുവദിക്കരുത്. ചെറുപ്പത്തിൽ പലഹാരവും കളിപ്പാട്ടവും ഒക്കെ ഇഷ്ടമുള്ളത് മാത്രം കൊടുത്ത് വളർത്തുന്നുണ്ട്. ഇഷ്ടമുള്ളത് മാത്രം. ഏതെങ്കിലും പ്രത്യേക പലഹാരം, കേക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെ മേടിച്ചുകൊണ്ട് കൊടുക്കുക. മിക്സർ തിന്നുമെന്ന് പറഞ്ഞത് മാത്രം കൊടുക്കുക. ഒരേ ആഹാരം ഇഷ്ടമാണെന്ന് വിചാരിച്ച് കൊടുത്ത് വളർത്തിയാൽ, ഇഷ്ടങ്ങൾ മാത്രം ഇങ്ങനെ സാധിപ്പിച്ച് ഇഷ്ടമില്ലാത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വളർത്തിയാൽ, പ്രായമാകുമ്പോൾ എല്ലാ വിഷയത്തിലും അത് ഇടപെടും. പെട്ടെന്ന് വരുന്ന ആൾ ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ചുകൊണ്ട് പയ്യൻ വീട്ടിൽ കയറി വരും. പെട്ടെന്നാൾ എനിക്ക് ഇന്ന പയ്യനെ ഇഷ്ടപ്പെട്ടെന്ന് പെൺകുട്ടി ഇറങ്ങിപ്പോകും. നിങ്ങളൊന്നും നോക്കി നിൽക്കണം. കാരണം ചെറുപ്പത്തിലും ഇഷ്ടമുള്ളത് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. പ്രായപ്പോൾ നമുക്ക് ഇഷ്ടമോ തിരഞ്ഞെടുത്ത് എന്താണ് കുഴപ്പം? ആ സമയത്താണ് ചിന്തിക്കുന്നത്, അയ്യോ ഒരഭിപ്രായം പോലെ എന്നോട് ചോദിച്ചില്ലല്ലോ, അപ്പനും അമ്മയുടെയും ഒരാഗ്രഹങ്ങളെയും മാനിച്ചില്ലല്ലോ, അവൾ ഇത്രയും വളർത്തിയെടുത്ത് പഠിപ്പിച്ച് നിലയിലാക്കിയിട്ട് അവൾക്ക് ഇഷ്ടമായതിനെ തിരഞ്ഞെടുത്തല്ലോ, അവൻ ഇഷ്ടമായ വഴിയിലേക്ക് പോയല്ലോ, ദുഃഖിക്കേണ്ടതായിത്തീരും. അടിസ്ഥാനം വളരെ ചെറുപ്പത്തിലേ തുടങ്ങേണ്ടതാണ്. നോ എന്ന വാക്ക്, ഇല്ല എന്നുള്ള വാക്കൊക്കെ മക്കളെ പഠിപ്പിച്ചേ പറ്റുകയുള്ളൂ. ഏതെങ്കിലും കാര്യം പിന്നീടാകാം, ഉണ്ടെങ്കിലും ശരി. നിങ്ങളുടെ കയ്യിൽ കുട്ടിക്ക് കൊടുക്കാനായിട്ട് 250 ഫീസ് ഉണ്ട്. കുട്ടി ഒന്ന് ചോദിക്കുകയാണ്, അപ്പാ ഈ ആഴ്ച തന്നെ ഫീസ് കൊടുക്കേണ്ടതാ, ഫീസ് കൊടുക്കുക 250 രൂപ വേണം. അത് പറയുമ്പോൾ ഉടനെ എടുത്തു, ഉണ്ട് കൊടുക്കാതെ. ചോദിക്കേണ്ടത് എന്ന് വരെ കൊടുക്കുക, അത് ഈ ആഴ്ച വേണം, ഇന്ന് ചൊവ്വാഴ്ചയിലേ ആയുള്ളൂ, പിന്നീടാട്ടെ. അതൊരു നല്ല കാര്യമാണ്. പിന്നീടാകാം എന്നുള്ള വാക്ക് അതൊരു സ്വഭാവമായി മാറുക. എല്ലാം നിൽക്കുന്ന നിപ്പിൽ ചോദിച്ച ഉടനെ സാധിച്ചെടുക്കുന്നുള്ള ചിന്ത മാറി ഏതിന് സാവകാശപ്പെടണം. അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം കൊടുക്കുമ്പോൾ ഇത് എനിക്ക് വേണ്ട, എനിക്ക് ഇപ്പോൾ ഇത് മതി, പിന്നീട് നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെ മക്കളെ അത് വേണ്ട, അത് നമുക്ക് വേണ്ട, ഇത് നമുക്ക് ചേർന്നതല്ല, ഇതെല്ലാം ചെറുപ്പത്തിലേ ഉള്ള വാക്കുകളിലൂടെ അവരെ സ്വഭാവമായി ശീലിപ്പിച്ചെടുക്കണം. പ്രധാന കാര്യമുള്ളത് മക്കളോട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞു കൊടുത്താലും നേരെ മുഖാമുഖമായി പറയണം. ചില അമ്മമാര് കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളെ ഉപദേശിക്കുകയാണ്. അവിടെ മലക്കറി അരിയുന്നു, ഇതിനിടയ്ക്ക് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, നീ അങ്ങനെ വേണം ഇങ്ങനെ വേണം. ഒരിക്കലും അരുത്. മക്കളോട് എന്ത് പറഞ്ഞാലും അവിടെ ചേർത്ത് അടുത്ത് നിർത്തി മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി പറഞ്ഞു കൊടുക്കണം. എങ്കിലേ അവർ ഉള്ളിലേക്ക് കയറുകയുള്ളൂ. കാരണം അവരുടെ മനസ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന കൂട്ടത്തില്ല. ചാഞ്ചല്യപ്പെടുന്ന മനസ്സായതുകൊണ്ട് അവരുടെ എന്ത് ബുദ്ധി പറഞ്ഞാലും പിടിച്ചേറ്റവും അടുത്ത് നിർത്തുക. എന്നിട്ട് അവരുടെ മുഖത്തൊക്കെ കണ്ണിലോട്ട് തന്നെ നോക്കി. സാധാരണഗതിയിൽ കണ്ണിക്കണ്ണ് നോക്കിയാൽ ആ കണ്ണങ്ങോട്ടേക്ക് മാറാൻ സാധ്യത കുറവാണ്. എന്നിട്ട് വളരെ സാവധാനമായിട്ട് ഒരു കാര്യം പറയുക. പറയുന്ന കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വന്നാലും അത് പിന്നെയും പറഞ്ഞു കൊടുക്കുക. ഈ 2 വയസ്സിന് ശേഷം പറയുന്നതൊക്കെ ഒരുവിധം നന്നായി മനസ്സിലാകുമെന്നാണ് പഠനം. ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞു കേട്ടില്ലെങ്കിലും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, അടുത്ത തവണയും പറയുക, പിന്നെയും പറയുക. അങ്ങനെ പല പ്രാവശ്യമാകുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ചെയ്യുന്ന നിലയിലേക്ക് എത്തിരും. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തി നമുക്ക് പെട്ടെന്ന് ക്ഷോഭം ഉണ്ടാകും. ക്ഷോഭം ഉണ്ടായ ഉടനെയാണ് തിരുത്താൻ പോകുന്നിരിക്കില്ല. കുട്ടിയുടെ പ്രവൃത്തി നമുക്ക് ക്ഷോഭം ഉണ്ടാക്കിയെങ്കിൽ അപ്പോൾ ഒന്നും മിണ്ടാതെ അതിനാലുണ്ടായ കോപം മാറിയ ശേഷമേ കാര്യം പറഞ്ഞു കൊടുക്കാവൂ. കോപിച്ചും ഒട്ടകസിച്ചും കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവരിങ്ങനെ വലിയ സംഭവം ഉണ്ടായി നന്ദാരിച്ച് നിൽക്കുകയുള്ളൂ. നിങ്ങൾ പറയുന്ന ബുദ്ധിപദേശമൊന്നും അങ്ങോട്ട് കയറത്തില്ല. ഓ അപ്പനെന്ന് ഭയങ്കര ചൂടാ, അമ്മയും ആകപ്പാടെ പ്രശ്നമാണ്. അവരാകപ്പാട് ഈ ശബ്ദവും ബഹളവും മുഖത്തിന്റെ ഭാവവും എല്ലാം നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇതിനിടയ്ക്കാണ് നിങ്ങൾ ഒത്തിരി അങ്ങനെ ചെയ്യണം, ഇങ്ങനെ വേണം, അങ്ങനെ അതല്ല തെറ്റ്, ഇതാണ് ശരി, ഇതൊന്നും കയറുകയില്ല. കോപം മാറിയ ശേഷം വളരെ ശാന്തമായി തെറ്റും ശരി എന്തെന്ന്
അവിടെ ചേർത്ത് നിർത്തി മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി പറയുമ്പോൾ അവർ ഉള്ളിലേക്ക് അത് പതിയുന്നതിന് ഇടയാകും. നമ്മൾ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ജ്ഞാനിയുടെ സാവധാനത്തിലുള്ള വാക്കാണ് നല്ലത്. മൂഢന്മാരെ ഭരിക്കുന്നവന്റെ അട്ടഹാസത്തെക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനിയുടെ വചനങ്ങൾ നല്ലത്. മൂഢന്മാരുടെ ആ അട്ടഹാസം, അതിന് പകരം ജ്ഞാനിയുടെ സാവധാനത്തിലുള്ള വാക്കുകൾ, അതാണ് ജ്ഞാനം. സ്നേഹവും കരുവും ലഭിക്കാത്തവര് വീട്ടിലും സ്കൂളിലും പൊതുസ്ഥലത്തും കുസൃതി കാണിക്കും. ചില കുസൃതികളുടെ കാരണം അതാണ്, അവർക്ക് വേണ്ടത്ര സ്നേഹവും കരുതലും ലഭിക്കേണ്ടി വരുന്നത് വിശിഷ്യ അപ്പനും അമ്മനും ലഭിക്കുന്നില്ല. അതാണ് കാരണം. ഒരു കുട്ടിയെ, ചെറിയൊരു കുട്ടിയെ അനുസരണക്കേടിനും ശാഠ്യത്തിനും കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുവന്നു ഒരാളുടെ അടുത്ത്. നല്ല മനോഹരമായ മുറി, മനോഹരമായ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. പേരൻസ് വന്ന് കസേരയിരുന്നു, എന്നാ കാര്യങ്ങൾക്ക് ചോദിച്ചു. അപ്പോൾ അവനെക്കുറിച്ച് പരാതിയെല്ലാം പറയുകയാണ്. ഇവനെങ്ങനെയാണ്, ഇങ്ങനെയാണ്, അനുസരണക്കെട്ടവനാണ്, ഇങ്ങനെ ചെയ്യത്തില്ല, ഇവനെ ഒതുങ്ങുന്നില്ല, ഇങ്ങനെ സ്വഭാവങ്ങൾ. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കാർക്ക് ചൊറ്റത്തുപ്പ് ആ കാർപ്പറ്റിലോട്ട്. അപ്പനും അമ്മയും അന്നേരെ അവർ ജീവൻ പോയി. തന്നല്ല വാക്കുകളില്ലാതെ ഉണ്ടോ സാറേ ഉണ്ട്, മനസ്സിലായല്ലോ, ഇത് തന്നെ പറഞ്ഞില്ല. പക്ഷേ ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ സാവകാശോടെ ചെന്ന്, മോനെ വെളിയിൽ പോയി തുപ്പുണ്ടായിരുന്നു, ഇവിടെയാണ് തുപ്പിയത്. ഉടനെ അവൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, മോനെ എന്നൊരു വിളി കേട്ടിട്ട് ഒത്തിരി നാളായി സാറേ. അവിടാണ് വിഷയം. എന്താണ് അവന്റെ വികൃതിക്ക് കാരണം? അവന് വേണ്ടത്ര സ്നേഹവും ശ്രദ്ധയും കിട്ടുന്നില്ല. അപ്പൊ സ്നേഹവും ശ്രദ്ധയും കിട്ടാൻ എന്ത് ചെയ്യണമെന്ന അവന്റെ ഉള്ളു പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും വികൃതി ചെയ്താൽ എന്നെ ആളുകൾ ശ്രദ്ധിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം ഇടപെടുന്നത് കൊച്ചുകുട്ടികളോടാണ്. ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാർ മുതിർന്നവരെ കണ്ട് രാഷ്ട്രീയ കാര്യങ്ങളും മതപത്രത്തെ കണ്ട കാര്യങ്ങളും അതും എല്ലാം അവിടെ കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല. ഒരു വീട്ടിൽ ചെന്ന് ആദ്യം അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയോടെ നിങ്ങൾ ഇടപെടുന്നത്. വിളിച്ച് സ്നേഹിച്ച് ചോദിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾ മുതിർന്നവരുമായി സംസാരിച്ചായിട്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ ആദ്യം നിങ്ങൾ ചെന്ന കുട്ടിയെ ശ്രദ്ധിക്കാതെ മുതിർന്നവരുമായി ഡയലോഗ് തുടങ്ങിയാൽ ഇടയ്ക്ക് അവൻ ഇടപെടും. ഇല്ലാത്ത വകളെല്ലാം കാണിക്കും. അവൻ മേശയുടെ മുകളിൽ കയറും, താഴട്ട് ചാടും, അവിടത്തെ കസേര അവൻ തട്ടിമറിച്ചിടും. അവൻ എന്തെല്ലാം ചെയ്യും അതെല്ലാം ചെയ്യും. എന്തിനാ? എന്നെ എന്താ ശ്രദ്ധിക്കാതെ? അപ്പൊ അവനെ ശ്രദ്ധിക്കുമോ എന്നറിയണം. കുസൃതിയുടെ ഒരു പ്രധാന കാരണം സ്നേഹവും കരുതലും ലഭിക്കാത്തത് കൊണ്ട്. അതുകൊണ്ടൊരു കുട്ടി കുസൃതി കാണിക്കുമ്പോൾ അതിന് കാരണം എന്താണെന്ന് വിശകലനം ചെയ്യണം. വിശകലനം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇനി ശ്രദ്ധയും കരുതലും ലഭിക്കാത്തതുകൊണ്ടാണെങ്കിൽ അത് കൊടുത്ത് സാവകാശം തിരുത്തിയെടുക്കുവാനായിട്ട് നമ്മൾ നോക്കണം. ശിക്ഷിക്കാതെ തിരുത്തുന്നതായ വിധം പ്രധാനമായ കാര്യമാണ്. ചില വിചാരം അവന്റെ തോടയടിച്ച് പൊട്ടിക്കാത്ത കുഴപ്പമാണെന്ന് പറയും. അങ്ങനെയൊന്നും കുട്ടികളുടെ സ്വഭാവം തീരത്തില്ല. ശിക്ഷ കൊടുക്കാതെ തിരുത്തിയെടുക്കുക. ഒരുപാട് ടീച്ചേഴ്സ് അവരുടെ അനുഭവമുണ്ട്. ഒരേ ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ഒരു സ്കൂളിൽ ടീച്ചർ ആദ്യമായിട്ട് ചാർജ് എടുത്തു കൊടുക്കുകയോ ഒരു ഡിവിഷൻ കിട്ടി. ഇന്ന ഡിവിഷനാണെന്ന് ക്ലാസ് ടീച്ചറാന്ന് പറഞ്ഞപ്പോഴേ അവിടെ എല്ലാവരും കൂടെ അതൊക്കെ അടക്കം ചിരിക്കുന്നുണ്ട്. ഇവർക്ക് തോന്നി എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന്. അവിടെ ചെന്നപ്പോൾ മിടുക്കന്മാരെല്ലാം ഉണ്ട്, അവരൊക്കെ കണ്ടു. അതിൽ ഒരുത്തരെ നോക്കി അവൻ്റെ ശകലം വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും ശരി, അങ്ങനെ ഇരുന്ന ടീച്ചർ ചില കാര്യം പഠിപ്പിച്ചിട്ട് ബോർഡിൽ എഴുതാനായിട്ട് തിരിഞ്ഞ സമയത്ത് ഉടനെ ടീച്ചറെ ഇവനെന്നെ കൊത്തി. ചേടാ തിരിഞ്ഞു നോക്കി. മുമ്പേ ശ്രദ്ധിച്ച പുള്ളി തന്നെയാണ് വില്ലൻ. നോക്കി ഉടനെ അവൻ ഇവനെ ഉപദ്രവിച്ചിട്ട് ഉടനെ കൊണ്ട് ചെന്നു. നീ അങ്ങനെ ചെയ്തോ? ഞാനാ ചെയ്തേ. അനുഭവത്തിലില്ല. ശരി, വിട്ടു. തിരിച്ചു വന്നിട്ട് എഴുത്തെല്ലാം കഴിഞ്ഞ ശേഷം അവരവിടെ വന്നിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറേ സാധനമെല്ലാം കൊണ്ട് തട്ടിമറിച്ചിട്ടു. അടുത്ത സ്വഭാവം. ഉടനെ ആ കുട്ടിയെ ശാന്തമായിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് അവനോട് ചില കാര്യങ്ങൾ, അവൻ്റെ പേരെന്താ, എവിടെ വീടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ചോദിക്കുന്നതിനിടയ്ക്ക് അവനിതെല്ലാം പറഞ്ഞിടയ്ക്ക് തിരിച്ചൊരു ചോദ്യം, ടീച്ചറിൻ്റെ സാരി പുതിയതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അവൻ ചെയ്തത് ഉടനെ തന്നെ ആ സാരിയുടെ അറ്റം പിടിച്ച് ഒറ്റക്കേറ്. ടീച്ചറൊന്നും വേണ്ടിയില്ല. ഇതന്വേഷിച്ചപ്പോൾ അവൻ്റെ വീട്ടിൽ പിതാവ് ഒരു മദ്യപാനിയും വീട്ടിലെന്നും അലോഹ്യമാണ്.
ഇത് നിമിത്തം അവന് സ്നേഹമോ ശ്രദ്ധയോ കിട്ടാതെ അവൻ്റെ മനസ്സ് സ്വഭാവവിരുദ്ധപ്പെട്ട്, ഞാൻ ആ വിഷയത്തെ ചുരുക്കമായിട്ട് പറയുകയാണ്, സ്നേഹത്തിലൂടെ ആ കുട്ടിയെ തിരുത്തിയെടുത്ത് അവനെ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായിട്ട് തീർന്നു. ശിക്ഷിച്ച് തിരുത്തുന്നത് കൊണ്ട് പ്രയോജനം വരുന്നില്ല, ശിക്ഷിക്കാതെ തിരുത്തുവാനായിട്ട് നമ്മൾ പഠിക്കണം. ശ്രദ്ധിക്കപ്പെടുവാനും വില്ലനാകുവാനും ഒരു കുസൃതി കാണിക്കുന്നെങ്കിൽ അവൻ കാണിക്കുന്ന കുസൃതിയെ ശ്രദ്ധിക്കാതെ തിരുത്തുക എന്നുള്ളതാണ്. ഒരു ആൾ തൻ്റെ അനുഭവം ഇപ്രകാരം എഴുതി. കുട്ടി സ്കൂളിൽ പോയാൽ എല്ലാവിധ പ്രശ്നം ഉണ്ടാക്കും. അടിയെ പിടിയെ പ്രശ്നങ്ങളെന്നും സ്കൂളിൽ നിന്ന് പരാതികളാണ് വരുന്നത്. അവിടെ ചോദിച്ചാൽ ഞാനങ്ങനെ ചെയ്തു എന്ന് പറയുകയും ചെയ്യും. ചിലപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് പറയും, ഇന്ന് ഞാൻ ജബ്ബാറിൻ്റെ തലയ്ക്ക് ഒരു കൊട്ട് കൊടുത്തു. ഓരോ ദിവസവും വന്നവൻ എന്തൊക്കെ ചെയ്യുമെന്ന് വീട്ടിൽ വന്ന് പറയും. ഇവനാകെ അധ്യാപകനൊരു തലവേദനയാണ്, പേരൻസ് മറ്റു കുട്ടികൾക്കും അവൻ്റെ ശല്യമാണ്. ഇങ്ങനെ അവൻ പോകുന്നതായ സമയത്ത് ഒടുവിൽ PTA മീറ്റിംഗ് തുടങ്ങി. അപ്പോൾ ഇവനറിയാം PTA മീറ്റിങ്ങിന് പോവുകയാണ്, ടീച്ചർ ഇവൻ്റെ എല്ലാ ചരിത്രവും പറയുന്നറിയാം. ഇവനൊരു മുൻകൂർ ജാമ്യമെടുത്ത് നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്ന കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നതിനോടൊക്കെയാണ് വീട്ടിൽ പെരുമാറുന്നത്, ചിലപ്പോൾ പപ്പയെ കണ്ട ടീച്ചർ ഇങ്ങനെ പറയുമായിരിക്കും, മമ്മിയെ കാണും ചിലപ്പോൾ ടീച്ചർ എൻ്റെ കാര്യം ഇങ്ങനെ പറയുമായിരിക്കും. ഇതെല്ലാം നേരത്തെ അവൻ സൂചിപ്പിച്ചു. അവിടെ ചെന്നപ്പോൾ എല്ലാം കഴിഞ്ഞു. ഓരോരുത്തരുമായി സംസാരിക്കുമ്പോൾ ഇവൻ്റെ കുഴപ്പങ്ങളൊക്കെ പറയുകയും ചെയ്തു. വീട്ടിലേക്ക് വരുമ്പോൾ ഇവൻ ഫ്രണ്ടിൽ തന്നെ പുറകിലേക്ക് ഇട്ടിപ്പുണ്ട്. അപ്പോൾ ഇപ്പം വരുന്നുണ്ട്. അവിടെ ചെന്ന് ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞു കാണുമ്പോൾ ഞാൻ ചെയ്ത എല്ലാ കുസൃത്തരങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മൊത്തം ചോദിക്കാനാണ് വരുന്നതെന്ന നിലയിൽ റെഡിയായി നിൽക്കുകയാണ്. വീട്ടിൽ വന്നു. അവർ സാധാരണഗതിയിൽ അകത്തോട്ട് പോയി മറ്റു കാര്യങ്ങൾ. അപ്പം പുറകെ ചെന്നു. മീറ്റിങ്ങിന് പോയില്ലേ? പോയി. ടീച്ചറെ കണ്ടു. ടീച്ചർ എൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ എന്നായി. അത് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങളുടെ മോൻ മിടുക്കനാ, ഇച്ചിരി ബഹളമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അവൻ മിടുക്കനാ, ബുദ്ധിമാനാ, അവനെ ഉത്സാഹിച്ച് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞേ? അന്ന് മുതൽ അവൻ മാറി. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ളതായ ഈ വികൃതികൾ കണ്ടില്ല എന്ന് നടിച്ച് അവരിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാവുന്ന നന്മകളെ പറഞ്ഞപ്പോൾ സ്വഭാവം മാറുന്നിടയായി. ഇതിനാ ആ മാതാവിനെ പ്രേരിപ്പിച്ചത്. പണ്ടൊരിക്കൽ ഒരു ബുക്ക് വായിച്ചു, ഹാൻഡിൽ വിത്ത് കെയർ എന്ന്. കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഗ്ലാസ്സുകളൊക്കെ വരുമ്പോൾ പാക്ക് ചെയ്ത് വന്നാലും ഹാൻഡിൽ വിത്ത് കെയർ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, പൊട്ടിപ്പോകും. ഇതുപോലെയാണ് കുട്ടികൾ സ്ഫടികപാത്രം പോലെയാണ്, വളരെ കെയറായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഒരു പൊതുസ്ഥലത്ത് കുരുത്തക്കേട് കാണിച്ചാൽ ഉടനെ അവിടെ വെച്ച് അടിക്കാനും പിടിക്കാനും ശാസിക്കാനും ഒന്നും നിൽക്കരുത്. ഇവിടെ തന്നെ വന്നു, ഇത്രയും പേര് ഇരിക്കുമ്പോൾ കുട്ടി ഇവിടെ എന്തെങ്കിലും കാണിക്കും, അന്നേരം ശാസിക്കുകയല്ല, അവൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ മുഖം മാറ്റി കാണിക്കുക. നീ ചെയ്തത് ശരിയായില്ല, അത് പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മുഖം ഭാവം കൊണ്ട് വെളിപ്പെടുത്തുക. അതിനുശേഷം അവൻ്റെ ശ്രദ്ധ വേറൊന്നിലേക്ക് തിരിച്ചുവിടുക. അതാണ് ശ്രദ്ധ വേറൊന്നിലേക്ക് തിരിച്ചുവിടുമ്പോൾ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ശ്രദ്ധ തിരിച്ചുവിടുന്ന വിഷയം, ഒരു കുട്ടി ഒരു പെൻസിലെടുത്ത് ഭിത്തിയെല്ലാം ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ ചെയ്യേണ്ടത് അങ്ങോട്ട് ചെന്നിട്ട് ഭിത്തിയിലിട്ട് നോക്കിയിട്ട്, ഇവനെ ഒന്ന് നോക്കിയിട്ട് ഒരു ബുക്ക് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് പറയണം, അവനെ ഇതിനകത്ത് മോന് പൂ വരയ്ക്കാൻ അറിയാമല്ലോ, ഇതിനകത്തൊരു പൂ വരച്ചാട്ടെ. അവൻ വരച്ചോളാം, മറ്റത് അവൻ മറന്നുപോകും. അതിന് പകരം അവനെ അടിക്കുകയോ ശാസിക്കുകയോ ചെയ്താൽ ഇത് തന്നെ വീണ്ടും ചെയ്യണം, ഇങ്ങനെ ഉള്ളൂ എനിക്ക് മാതാവിൻ്റെ പിതാവിനെ ശ്രദ്ധ പിടിച്ചുവിട്ടാൻ കഴിയുള്ളൂ ചിന്തിക്കും. നമ്മൾ അവിടെ ശ്രദ്ധ മറ്റുള്ളവർ തിരിച്ചുവിട്ടുകൊണ്ട് അതിൽ നിന്ന് വിടുവിച്ചെടുക്കുക. മുമ്പേ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് നാം ചെയ്യുന്നൊരു തിന്മ എന്നു ചോദിച്ചാൽ നെഗറ്റീവ് ടോക്കിംഗ് ഉണ്ട് നമുക്ക്. എപ്പോഴും അരുത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ദിവസം കുട്ടികളോട് എത്ര അരുതെന്ന് പറഞ്ഞ് കൂട്ടി നോക്കിയാൽ ഒത്തിരി അരുതെന്ന് പറഞ്ഞാണ്. ഇവിടെ കിടന്ന് ചാടരുത്, ആ ചെടിയിലെ പൂ പറിക്കരുത്, ഷോക്കേസിരിക്കുന്ന സാധനം എടുക്കരുത്, പപ്പയുടെ ഫോണ് തൊടരുത്, എല്ലാം അരുതാണ്. എന്നും ഒരു 100 കൂട്ടം അരുതുകളാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, കുട്ടികളുടെ സ്വഭാവം അരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ ആദ്യം ചെയ്യണം. മനഃപൂർവ്വമല്ല, അരുതെന്ന് നിങ്ങൾ പറയുമ്പോഴാണ് അവരത് ചിന്തിക്കുന്നത് പോലും. ഉദാഹരണം, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു, കറണ്ട് പോയി, ഊതിക്കെടുത്തരുത് കേട്ടോ. അത് പറഞ്ഞപ്പോൾ തന്നെയാണ് ഊതിയാൽ കെടുവെന്ന് അവൻ ചിന്തിക്കുന്നതിന്, മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. കത്തിച്ചു വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ കറണ്ട് പോയപ്പോൾ
ഒരു മെഴുകുതിരി ഉണ്ടായിരുന്നു, നന്നായി, ഇന്നലെ ഏതായാലും മേടിച്ചു വെച്ചതാണ്, അത്ര വായിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പം അതിലോട്ട് അവൻ്റെ ശ്രദ്ധ പോകുന്നത്. അതിന് പകരം ഊതിക്കെടുത്തരെന്ന് പറഞ്ഞാൽ ഇന്ന് ഊതിക്കെടുത്ത് നോക്കട്ടെന്ന് അവൻ്റെ ചിന്ത. ആൺകുട്ടി ചേച്ചിയുടെ മുടിയെ പിടിച്ച് വലിക്കുക എന്ന് ആദ്യമേ തന്നെ പറയും, നീ ചേച്ചിയുടെ മുടിയെ പിടിച്ച് വലിക്കല്ലേ, വലിക്കല്ലേ എന്ന് പറഞ്ഞെങ്കിൽ അവന് വലിക്കണം. അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ വലിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെയും ചെയ്യും. ചെയ്യേണ്ടതാ എവിടെ നിന്ന് ചീപ്പെടുത്തോണ്ട് പോയി, ചേച്ചിക്ക് മുടിയൊന്ന് ചീ കൊടുത്തെന്ന്, ചീ കൊടുത്തോളൂ. അവൻ്റെ ശ്രദ്ധ ഒന്നിൽ നിന്ന്, അവളുടെ ശ്രദ്ധ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറ്റിയെടുക്കുക. ഒരു വാട്ടർ ടാപ്പ് തുറന്ന് വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുക, നഷ്ടമല്ലേ? വെള്ളം കളയരുത്, ടാപ്പ് തുറക്കരുതെന്നതിനൂടെ പറഞ്ഞത്, തുടരുന്ന പറഞ്ഞത്, അത് പറയും തോറും തൊട്ടുകൊണ്ടിരിക്കും. ഒരു ചെറിയ ബക്കറ്റ് എടുത്ത് കൊടുത്തിട്ട്, മോനെ ഇതിനകത്ത് വെള്ളം പിടിച്ചുകൊണ്ട് വന്നാട്ടെ, കാബേജ് മേടിച്ചുകൊണ്ടൊന്ന് കഴുകാനാ, ഉച്ചയ്ക്ക് തോരൻ വെക്കാനാന്ന് പറഞ്ഞ്, ഓ അപ്പം മറ്റേ കാശും വിട്ടു കഴിഞ്ഞു. ഈ പുള്ളി പോയി വെള്ളമൊക്കെ പിടിച്ച് നിറച്ച് ടാപ്പൊക്കെ മുറുക്കിയിട്ട് പയ്യെ ഉള്ളതായിട്ട് വന്നോളൂ. അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അവരെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ട് ഒരു കുസൃതിയോ ചെയ്യുന്നെങ്കിൽ അതിന് പകരം വേറെ നല്ല കാര്യം ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് അവരെ തിരുത്തിയെടുക്കുക. ഏറ്റവും പ്രധാനം സ്നേഹബന്ധമാണ്. ഏത് കുസൃതിക്കാരുടെയും കുസൃതി തിരുത്താനുള്ള പ്രധാന മാർഗം സ്നേഹബന്ധമാണ്. സ്നേഹത്തിൻ്റെ ആജ്ഞാശക്തി അറിഞ്ഞിരിക്കണം, ഉപയോഗിക്കണം. സ്നേഹിക്കുന്നവർ പറയുന്ന കാര്യം അറിയാതെ ചെയ്തു പോകും. ഒരു കുട്ടി എനിക്കറിയാം, പ്രീമച്യൂർഡാണ്, മാസം തികയാതാണ് പ്രസവിച്ചത്, ബുദ്ധിക്ക് ഇച്ചിരി കുറവുണ്ട്, സംസാരിക്കത്തില്ലായിരുന്നു. കിൻഡർഗാർട്ടനിലൊക്കെ വിട്ട് ചെറിയ തോതിലൊക്കെ ചില വാക്കുകളൊക്കെ പറയും. അവൻ എങ്ങനെയാണ് വളർത്തുന്നത്? അവൻ്റെ മമ്മിയുണ്ട്, വേറെ പലരുമുണ്ട്, അവൻ്റെ ചേച്ചിയുണ്ട്, പക്ഷെ അവൻ്റെ സ്നേഹം പപ്പയോടാണ്. അവൻ അപ്പൻ എന്ത് പറഞ്ഞാലും കേൾക്കും. അപ്പൻ അവനെ അതുപോലെ സ്നേഹിച്ചാണ് വളർത്തുന്നത്. അപ്പോൾ ഒരു നാളിൽ അപ്പൻ ബിസിനസ്സിന് പോയ സമയത്ത് ഇവൻ മുറിക്കകത്ത് കടന്ന് കുറ്റിയിട്ട് കളഞ്ഞു. ആകെ വിഷമത്തിലായി, കുട്ടിയനകത്തായി. ജനലിൽ കൂടെ പലരും പറഞ്ഞു, മോനെ അത് തുറക്കും, മോനെ അത് അങ്ങനെ കുത്തി ഇങ്ങനെ തുറക്കും. ഇതൊന്നും അവന് മനസ്സിലാക്കുന്നേ ഇല്ല. ഒടുവിൽ അവൻ്റെ പപ്പായ്ക്ക് ഫോൺ ചെയ്തു. ഭാര്യയോട് പറഞ്ഞു, നീ ഫോൺ അവന് കൊടുക്കാൻ പറഞ്ഞു. ഫോൺ അങ്ങോട്ട് കൊടുത്ത ഉടനെ പറഞ്ഞു, എടാ അപ്പോ കഥ തുറക്കടാ എന്ന് പറഞ്ഞു. ഉടനെ ചെന്ന് കഥ തുറന്നു. ആ സ്നേഹിക്കുന്നവരുടെ വാക്കിന് ആജ്ഞാശക്തിയിൽ അവൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു. അതിനു മുമ്പ് ആരെല്ലാം കരഞ്ഞു നോക്കി, പിടിഞ്ഞു നോക്കി, അത് തുറക്കണോ, വാതിൽ തുറക്കണോ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. സ്നേഹമുള്ളവൻ ദൂരെ നിരുന്നുകൊണ്ട് ഫോണിൽ കൂടെ ഒറ്റ വാക്ക്, സ്നേഹത്തിന് ആജ്ഞാശക്തിയിലൂടെ വേണം മക്കളെ തിരുത്തുവാൻ, ശിക്ഷിച്ചല്ല. സ്നേഹത്തിന് വലിയ സ്വാധീന ശക്തിയുണ്ട്. ഒരിക്കൽ സാധുവായ ഒരു സ്ത്രീ തൻ്റെ മകനെ പട്ടണത്തിലുള്ള ഒരു കോളേജിൽ ചേർത്തു. അവൻ ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ മകനെ കാണാൻ അമ്മ അവിടെ ചെന്നു. മകൻ്റെ ഹോസ്റ്റലിലെ മുറി ചെന്നപ്പോൾ ആ മുറി കണ്ട് അമ്മ തല താഴ്ത്തിപ്പോയി എന്ന് വേണം പറയാൻ. എല്ലാവിധ മോശമായ ചിത്രങ്ങളും അവിടെ എല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുക. അമ്മയ്ക്ക് മനസ്സിലായി, എൻ്റെ മകൻ തെറ്റായ വഴിയിലേക്കാണ് പോകുന്നതെന്ന്. എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് വളരെ ദുഃഖത്തോടും നിരാശയോടും അമ്മ തിരിച്ചു വീട്ടിൽ വന്നു. വന്നതിന് ശേഷം അമ്മ തൻ്റെ ഒരു നല്ലൊരു ഫോട്ടോ മകന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു ഫോട്ടോ വയ്ക്കുന്ന മോനെ, മമ്മിയുടെ ഫോട്ടോയാണ്, നീ നിൻ്റെ മുറിയിലെ ഭിത്തിയിൽ തൂക്കിയിടണമെന്ന് പറഞ്ഞു. അവൻ അതുപോലെ തന്നെ ആ ഫോട്ടോ എടുത്ത് മുറിയുടെ ഭിത്തിയിൽ തൂക്കിയിട്ടു. ചില നാളുകൾക്ക് ശേഷം അമ്മ വീണ്ടും ഹോസ്റ്റൽ മുറി ചെന്നപ്പോൾ അവിടെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ അമ്മയുടെ, ബാക്കി ഫോട്ടോകളൊന്നും അവിടെ ഇല്ല. അവൻ ഇങ്ങനെ പറഞ്ഞു, അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ഇതിനരികിൽ മറ്റൊരു ചിത്രങ്ങൾ വയ്ക്കാൻ എന്നെ മനസ്സ് അനുവദിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ ആജ്ഞാശക്തി. അപ്പൻ അമ്മ മക്കളെ ഹൃദയംഗമായി സ്നേഹിക്കുന്നു എന്ന് വരികിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആജ്ഞാശക്തിയെങ്കിൽ മക്കളെ തിരുത്തിയെടുക്കാൻ കഴിയും. ശിക്ഷയല്ല പ്രധാനം. ഇതാണ് ശരിയായ വഴി. കുസൃതിയുടെ വേറൊരു കാരണം നിങ്ങളുടെ കുട്ടി സ്മാർട്ടായതുകൊണ്ടായതാണ്. വികൃതിത്തരം കണ്ട് ഒരു വ്യക്തി എഴുതി തള്ളരുത്. ഓ അവനൊരു വികൃതിയാ, ഇവനൊന്നിനും കൊള്ളത്തില്ലെന്ന് എഴുതി തള്ളരുത്. ഇങ്ങനെ ചൊല്ലുണ്ട്, നല്ല നിലത്തിലെ കളയും വളരുമെന്ന്. ഈ പാറപ്പുറത്ത് ഏലം ഉണ്ടാകത്തില്ല, ഒരു ചെടിയും വളരത്തില്ല. അസമയം ഏതെങ്കിലും ഒരു കാട് വളരുന്ന ഒരു നിലത്ത് കാട് പിഴുത്തിട്ടും ഏലം വെച്ച് അത് വളരും. അങ്ങനെയെങ്കിൽ കള വളരുന്ന മണ്ണിൽ വിളയും വളരുമെന്നറിയണം. അഥവാ
ഏറ്റവും വികൃതിയായ കുട്ടി ഏറ്റവും സമർത്ഥനായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുട്ടി വികൃതിയും കുസൃതിയും കാണിക്കുന്നെങ്കിൽ അവൻ വളരെ ബുദ്ധിമാനായതുകൊണ്ടാവാം. ഒരു സ്കൂളിൽ നിന്ന കുട്ടി ഒരു എഴുത്തുമായി വീട്ടിൽ വന്നു. എഴുതിയിരുന്നത് ആ കുട്ടിയുടെ മമ്മിക്കുള്ള എഴുത്ത്, ഇവൻ പഠിക്കാൻ മണ്ടനാണ്, കേൾവി അല്പം കുറവുണ്ട്, ഇവനെ സ്കൂളിൽ ഇനി വിട്ടിട്ട് കാര്യമില്ല, വിടുകയും വേണ്ടെന്നായിരുന്നു. ആ അമ്മയ്ക്ക് തൻ്റെ മകനെക്കുറിച്ച് നല്ല അറിയാമായിരുന്നത് കൊണ്ട് കുട്ടിയെ പിന്നെ സ്കൂളിൽ വിട്ടില്ല, വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. അമേരിക്കയിലാണ്, വീട്ടിലിരുത്തി പഠിപ്പിച്ച് ആ കുട്ടി നല്ലൊരു മിടുക്കനായി ഒരു ശാസ്ത്രജ്ഞനായിട്ട് മാറി. ഒന്നല്ല 1000 കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഒരു പ്രധാന കണ്ടുപിടുത്തമാണ് ഈ കാണുന്ന ബൾബ്. പേരെല്ലാവർക്കും അറിയാം, എഡിസൺ. താൻ ഭരിച്ചപ്പോൾ അമേരിക്കയിലെ എല്ലാ ബൾബുകളും ഓഫ് ചെയ്താണ് ആ ശാസ്ത്രജ്ഞനോട് രാജ്യം ആദരവ് പ്രകടിപ്പിച്ചത്. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് ഇവൻ പഠിക്കുകയില്ല, ബുദ്ധിയില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് വിട്ടപ്പോൾ ആ അമ്മ അതൊരു വെല്ലുവിളി ഏറ്റെടുത്തു. അവന്റെ പ്രാപ്തി എനിക്കറിയാം, അവനുള്ളതായ നല്ലതിനെ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്തു. വളരെ സ്മാർട്ടായതുകൊണ്ട് ഒരു കുട്ടി കുസൃതി കാണിക്കാം സാധ്യതയുണ്ട്. അതുകൊണ്ട് വികൃതിയായ കുട്ടിയെ സമർത്ഥനാക്കി തീർക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് നാം പെരുമാറേണ്ടത് ആവശ്യമാണ്. ഇത് സാധിക്കണമെങ്കിൽ നമ്മൾ കുട്ടികളെ അറിഞ്ഞു വളർത്തണം.